സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇന്നലെ കർത്താവിൽ ആശ്രയിച്ച് തുടങ്ങിയ ഈ ബൈബിൾ ക്ലാസ്സിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിന്റെ ദാസനായ പാസ്റ്റർ വർഗീസ് ശാമുവേൽ അവറുകളിലൂടെ സഭയും അതിൻ്റെ ദൗത്യത്തെക്കുറിച്ചുമുള്ള ക്ലാസ്സുകളാണ് ഈ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ച് ആ ക്ലാസ് കാര്യമായി കേൾക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. സഭയെക്കുറിച്ചും അതിൻ്റെ ദൗത്യത്തെക്കുറിച്ചും കർത്താവിൻ്റെ ദാസൻ കാര്യമായി നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ഇന്നും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അദ്ദേഹം നമ്മെ പഠിപ്പിക്കും. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ താല്പര്യത്തോടും വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടി ആയിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുവല്ലോ. കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ച ഈ ബൈബിൾ ക്ലാസ്സിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു വരുവാൻ ഇന്നലെ കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ദാസനിലൂടെ അവിടുന്ന് സ്ഥാപിച്ച സഭയും അതിൻ്റെ ദൗത്യത്തെക്കുറിച്ചും കേൾക്കുവാൻ സഹായിച്ചല്ലോ. ഇന്നും തുടർന്ന് തിരുവചനത്തിൽ നിന്ന് കാര്യമായി കേൾക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ദൈവത്തിൻ്റെ ദാസനെ ഉപയോഗിക്കണം. തിരുവചനത്തിൻ്റെ ആധികാരികമായ ഉപദേശങ്ങൾ അറിയിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ ബലപ്പെടുത്തണമേ. അദ്ദേഹത്തിലൂടെ ഞങ്ങൾ കേൾക്കുന്ന വചന സത്യങ്ങൾ ജീവിതത്തിന് രൂപാന്തരത്തിനും പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്നതിനും കർത്താവ് നൽകിയിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും വിശ്വസ്തയോടെ ചെയ്യുന്നതിന് പുതിയ ഉൾക്കാഴ്ചകളായി മാറുകയും ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ. എല്ലാ രീതിയിലും സൂക്ഷിക്കണം. തുടർന്നുള്ള എല്ലാ നിമിഷങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. കർത്താവിന്റെ ദാസനിലൂടെ വിലയേറിയ ആലോചനകൾ കേൾക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തിയാൽ എല്ലാ രീതിയിലും സൂക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജോയിൻ ചെയ്തിട്ടുണ്ടോ സാർ? കർത്താവിന്റെ വചനമാണ് നാം ഒരുമിച്ച് പഠിക്കുന്നത്. കർത്താവിന്റെ ദാസൻ വർഗീസ് ശാമുവേൽ, പാസ്റ്റർ വർഗീസ് ശാമുവേൽ ഇന്നും നമ്മോട് തിരുവചനത്തിൽ നിന്ന് സംസാരിക്കും. കഴിഞ്ഞ ദിവസം വളരെ ആധികാരികമായി സഭയെക്കുറിച്ചും അതിൻ്റെ ദൗത്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഇന്ന് തുടർന്നുള്ള സമയങ്ങൾ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആ സന്ദേശം തിരുവചനത്തിൽ നിന്ന് നമ്മോട് അറിയിക്കും. അതിനായി പാസ്റ്റർ വർഗീസ് ശാമുവേൽ അവരെ ക്ഷണിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ആമേൻ. എൻ്റെ സമയമാണോ? അതെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ പറഞ്ഞ പോലെ വരാൻ പറ്റുന്നതെല്ലാം വീഡിയോക്കകത്ത് പറഞ്ഞേ. താങ്ക് യു. എല്ലാവർക്കും ഞാൻ കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നമുക്ക് വീണ്ടും സന്ധിക്കുവാൻ ദൈവം കൃപ നൽകിയതോർത്ത് കർത്താവിന്റെ സ്തോത്രം. ഞാൻ മുഖവരകൾ പറയുന്നില്ല. ഞാൻ ഇന്നലെ നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ ചിന്തിച്ച ഭാഗങ്ങളുടെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ കടക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സഭ എന്നതിന് ഒരു പ്രത്യേക വാചകം കൊണ്ടോ വാക്കുകൊണ്ടോ തിരുവെഴുത്ത് നിർവചനം കൊടുക്കുന്നില്ല. അതിന് പകരം ധാരാളം വാക്കുകൾ കൊണ്ട്, അനവധിയായ വാക്കുകൾ കൊണ്ട് നിർവചിക്കുക എന്നല്ല, അതിന് വിശദീകരണം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലെ ചില വാക്കുകൾ എല്ലാം ഞാൻ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ
സാധ്യതയില്ലായിരിക്കാം. എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ പറയാം നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനും അതിനെക്കുറിച്ച് ഞാൻ ഈ പറയുന്നതിനോടൊപ്പം തന്നെ ഒരു പഠനം കൂടെ നടത്തുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതിനും കൂടെ നിങ്ങൾ ശ്രമം നടത്തണം. അപ്പൊ ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ ഇന്നലെ പറഞ്ഞത് ചർച്ചിനെ സഭയുടെ ആട്ടിൻകൂട്ടം എന്ന് വിളിച്ചിട്ടുണ്ട്. അത് അപ്പോസ്തലപ്രവൃത്തിക്കാത്ത വാക്യം നമ്മൾ പറഞ്ഞായിരുന്നു. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത് അതിന് നറിഷ്മെന്റ് ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ആടുകൾക്കിടയിൽ നിന്ന് ഭക്ഷണം, സംരക്ഷണം, ഡിസിപ്ലിൻ, അച്ചടക്കം, ഇതെല്ലാം പ്രതീക്ഷിക്കാം. മറുവശത്ത് ആടിൽ നിന്ന് ഇടയനും പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പ്രധാനമായിട്ട് എന്താണ്? എണ്ണത്തിൽ പെരുക എന്നുള്ളതാണ്. ആടുകൾ എണ്ണത്തിൽ പെരുക. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് ഇനി വിശദീകരിക്കുന്നില്ല. ഇനിയും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാക്കൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഈ ദൈവസഭയെ വിളിച്ചിരിക്കുന്ന മറ്റ് മനോഹരമായ ഒരു വാക്ക് ശരീരം എന്നുള്ളതാണ്. ശരീരം, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. എഫേസ്യ ലേഖനത്തിനകത്ത് നിങ്ങള് ഞാൻ സാധാരണ ചെയ്യുന്നത് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പറഞ്ഞൊക്കെ പോകുന്ന രീതിയാണ്. പക്ഷെ നിങ്ങളെല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഉത്തരവൊന്നും പറയാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെന്നും, നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും അയർലൻഡിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഇവിടം വരെ ശബ്ദം എത്തത്തില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് വിടുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ ചില വാക്യങ്ങളുണ്ട്. അവിടെ പറയുന്നത് എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. 23-ാമത്തെ വാക്യമാണ്. കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അവൻ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സകലവും അവന്റെ കാൽ കീഴായി, കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ എല്ലാം അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സകലത്തിനും തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഒരു ഭയങ്കര വാക്യമാണ്. അപ്പോൾ കർത്താവ് തലയായി, സഭ ശരീരമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലും ഇതേ വാക്യം കിടപ്പുണ്ട്. ഏത് വാക്യമാണ്? അവൻ തലയാകുന്ന ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. തലയാകുന്ന ക്രിസ്തു, ശരീരമായ സഭയുടെ തലയാകുന്ന ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. അപ്പം കർത്താവിനെയും സഭയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നൊരു വാക്ക് ശരീരവും തലയും എന്നുള്ള അർത്ഥത്തിലാണ്. മറ്റൊരു വാക്യം കൊരിന്ത്യ ലേഖനത്തിനകത്താണ്. അത് കുറച്ചുകൂടെ ക്ലിയറാണ്. ഇതെല്ലാം ക്ലിയറാണ്. അതിനകത്തൊന്നും ഒരു സംശയത്തിന്റെ അംശം പോലും ഇല്ലാത്ത രീതിയിലുള്ള കൃത്യമായ വിവരണങ്ങളാണ് പൗലോസ് നൽകുന്നത്. കൊരിന്ത്യ ലേഖനത്തിനകത്ത് 12-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ, 11-12 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുന്നു എന്ന് പറഞ്ഞ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം, നിങ്ങൾ ആ സമയം പോലെ ആ വേദഭാഗം ഒന്ന് പഠിക്കണം. ശരീരത്തെ കുറിച്ച് പറഞ്ഞിട്ട് കുറേ വിവരണങ്ങൾ കൊടുക്കുന്നുണ്ട്. കുറേ വിവരണങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. ഓരോരുത്തർക്കും വ്യത്യസ്തമായ വരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ടെന്നും അതെല്ലാം സ്വന്തം കാര്യസാധ്യതയ്ക്ക് വേണ്ടിയും കാശുണ്ടാക്കുന്നതിന് വേണ്ടിയും വിദേശ രാജ്യങ്ങൾ സഞ്ചരിക്കുന്നതിന് വേണ്ടി അല്ലെന്നും അത് അവരവരുടെ സഭയുടെ ആത്മീയ വർധനവിനാണ്. ഒരു കൃപാവരങ്ങളും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നമ്മുടെ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് നേടാൻ വേണ്ടിയല്ല, അത് കർത്താവിന്റെ സഭയായ ശരീരത്തിന് വേണ്ടിയാണ്. അതാണ് അവിടെ പറയുന്നത്. അതൊന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. ഞാൻ പറയുന്ന ഈ ഭാഗങ്ങൾ നോക്കി, അവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെയും പൗലോസ് സംസാരിക്കുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? ഒന്ന് യൂണിറ്റിയാണ്. ശരീരം എന്ന് പണ്ട് പൗലോസ് പറയുന്നത് അവയവങ്ങൾ പലതാണെങ്കിലും നാം ഒരു ശരീരമാണ്, നാം ഒന്നാകുന്നു എന്നുള്ളതാണ്. അവിടെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ആശയം ഐക്യതയാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇച്ചിരി കഴിഞ്ഞിട്ട് പറയാണ്, എങ്കിലും നമുക്ക് വ്യത്യസ്ത അവയവങ്ങളുണ്ട്. അത് ഡൈവേഴ്സിറ്റിയാണ്, വ്യത്യസ്തതകളാണ്, വ്യതിരക്തതകളാണ്. 3-ാമത്തെ വാക്കിൽ പൗലോസ് പറയുന്നത് ഇതൊക്കെ ആണെങ്കിലും പരസ്പരം ഇവർക്കെല്ലാം ഒരു ബന്ധമുണ്ടെന്ന് പറയും. അതൊരു മ്യൂച്വാലിറ്റിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ 3 വാക്കുകൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾക്ക് പഠിച്ചാൽ അതിൽ കൂടുതൽ ആശയങ്ങളും അർത്ഥങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആ വേദഭാഗത്ത് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ സ്വയം പഠിക്കുക. ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞാൽ വളരെ പെരിഫറലായി കുറെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുവിടാം. ഈ 3 കാര്യങ്ങൾ, ഒന്ന് ഐക്യതയെക്കുറിച്ചാണ്. എല്ലാവരും കേട്ടെ.
സഭ ശരീരമാണെന്ന് പറയുമ്പോൾ സഭയ്ക്ക് എല്ലാ സഭകളിലെയും വിശ്വാസികളും ഉപദേശിമാരും അറിഞ്ഞിരിക്കേണ്ട പരമപ്രധാനമായ കാര്യം, ഒരു ശരീരത്തെ പോലെ അവയവങ്ങൾ നിരവധി അനവധി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും അതെല്ലാം ഒരു ശരീരത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ പൗലോസ് പറയാണ്, സഭയിലുള്ള സമസ്ത വിശ്വാസികളും കർത്താവിന്റെ ശരീരമായ സഭയ്ക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ സഭകളിൽ ഇന്ന് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപജയങ്ങളിൽ ഒന്ന് ഐക്യതയില്ലാത്ത സഭകളാണ്, ഗ്രൂപ്പിസത്തിന്റെ സഭകളാണ്. പാസ്റ്ററുടെ പക്ഷം, പാസ്റ്റർ എതിർപക്ഷം, ഭരണപക്ഷം, പ്രതിപക്ഷം, ഈ പക്ഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വന്തമായ പക്ഷം, ഇത് രണ്ടോ മൂന്നോ കൂട്ടരുണ്ടെങ്കിൽ അതിന് എതിർപക്ഷം, ഇങ്ങനെ പക്ഷം തിരിഞ്ഞ് നിന്നുകൊണ്ട് എന്താക്കി തീർക്കുന്നു സഭ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പല സഭകളിലെയും കലാപങ്ങളുടെ വാർത്തകൾ വീഡിയോ എടുത്ത് ലോകത്തിന് മുമ്പിൽ ആൾക്കാർ ഇടുന്നു. ഒരു യോഗം കഴിഞ്ഞതിന് ശേഷമുള്ള ഉന്തും തള്ളും, അടിയും പിടിയും അസഭ്യവർഷവും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഇത് കർത്താവിന്റെ ശരീരമാണ്. ഇത് കർത്താവിന്റെ ശരീരമാണ്. അതിനകത്ത് ആരും കയറി എന്ത് അഭ്യാസം കളിച്ചാലും അതിനൊരു കണക്ക് നമ്മൾ ദൈവത്തോട് പറഞ്ഞേ പറ്റും. ഇത് ആരും മറക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ഗൗരവത്തോടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, ഞാൻ ആവർത്തിച്ച് പറയാണ്, വളരെ ഗൗരവത്തോടെ ദൈവദാസന്മാർ സഭകളിൽ ഈ കാര്യങ്ങൾ വിട്ടുവീഴ്ച കൂടാതെ പ്രസംഗിക്കണം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഒന്നുകൂടെ പറയാം. സഭയുടെ ഐക്യതയെക്കുറിച്ചാണ് പറഞ്ഞു. ഒരുമിച്ച് നിൽക്കണം, സഭ ഒന്നാണ് എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നമുക്ക് ഓടിയെത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു സംഭവം കൂടെ കൊണ്ടുവരാൻ ഞാൻ. അത് കൊരിന്ത്യയിലെ ഒരു വിഷയമാണ്. കൊരിന്ത്യ സഭക്കാരെ കുറിച്ച് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ആരൊക്കെയോ ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ, എഴുതി അയച്ച കാര്യങ്ങൾ, കേട്ടറിഞ്ഞ കാര്യം, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് കൊരിന്ത്യ സഭക്കാർക്ക് അദ്ദേഹം ലേഖനം എഴുതുന്നത്. അതിനകത്ത് അദ്ദേഹം എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് പൗലോസിന്റെ ആ ശൈലി ഇഷ്ടമാണ്. അദ്ദേഹം 1-ാം അധ്യായത്തിനകത്ത് ഇവരെ അങ്ങ് പൊക്കി പറയാണ്, കൊരിന്ത്യ സഭക്കാരെ. എന്തോ പൊക്കി പറയുന്ന നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കൃപാവരത്തിൽ ഒന്നിനും കുറവില്ലാത്തവരായി. ഇത് കേൾക്കുമ്പോഴത്തേന് എന്താ പറയുന്നത്, വായിച്ചങ്ങോട്ട് വരുമ്പോൾ തന്നെ കൊരിന്ത്യയിലെ സഭയിലുള്ള എല്ലാവരുടെയും രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കും. കാരണം അത്രയ്ക്ക് സുന്ദരമായ വരികൾ കൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, വചനത്തിൽ സമ്പന്നരായി. എന്തോ സഭയെന്ന് ആലോചിച്ച് നോക്കി. ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്തവരെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര കൃപാവരം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത്രയും കൃപാവരങ്ങളും കൊരിന്ത്യ സഭയ്ക്കകത്ത് നടമാടിയിരുന്ന സഭ, വചനത്തിനകത്ത് സമ്പന്നമായ സഭ. ഇത് കൂടുതൽ സഭയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ സഭകളിനകത്ത് ഏതെങ്കിലും ഒരു വരവെങ്കിലും ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു, അല്പം വിവരമെങ്കിലും ഉണ്ടായിരുന്നേ കൊള്ളൂ. ഇന്നലെ വരത്തിന്റെ കാര്യം പറയുന്നു. അപ്പം ഈ സഭയ്ക്കകത്ത് വിവരവും വരവും എല്ലാം ഒരുമിച്ച് കിടന്ന ഒരു സഭയില് പൗലോസ് ഇതൊക്കെ കേട്ടപ്പോഴത്തേന്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കൊരിന്ത്യ സഭക്കാർക്ക് ഭയങ്കര അഭിമാനം തോന്നി. ഒരു ദൈവദാസന്റെ ആ പുകഴ്ത്തുന്ന വരികൾ, ഇതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷമേ, ഈ പണ്ട് ഞാൻ ഈ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ ഒരു ഓർമ്മ വരുന്നുണ്ട്. ഞങ്ങളെ പഠിപ്പിച്ച ഒരു കണക്ക് സാറുണ്ടായിരുന്നു. കണക്ക് സാറ് ഞങ്ങളെ അടിക്കാൻ പിടിച്ച് നിർത്തുമ്പോൾ, വടിയും കൊണ്ട് വന്നിട്ട് അടിക്കാൻ പിടിച്ച് നിർത്തുമ്പോൾ, പുള്ളി ഈ നിക്കർ ഇങ്ങനെ പിടിച്ച് മുറുക്കി പിടിക്കും. പിടിച്ചിട്ട് എന്നിട്ട് ആ തുടയിൽ ആ വടി വെച്ചിങ്ങനെ 2-3 പ്രാവശ്യം പുള്ളി ഇങ്ങനെ ഉരസും, അടിക്കത്തില്ല. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കത്തുള്ളൂ. പുള്ളി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിങ്ങനെ നിർത്തി. ആ അടിയേക്കാളും ഭീകരമാണ് ഈ അടി കൊണ്ടുള്ള ഇത്. കാരണം എപ്പോ വേണേലും അടി കിട്ടും എന്നുള്ളത് ഒരു വശമാണ്. എന്നതുപോലെ പൗലോസ് അപ്പോസ്തലൻ ഇവരെ വിളിച്ചിട്ട് ആദ്യം കൃപാവരങ്ങളൊന്നും കുറവില്ലാത്ത എത്ര, അത് കേൾക്കുമ്പോൾ തന്നെ വടിവെച്ചിട്ട് ഒരസുക. പക്ഷെ അത് കഴിഞ്ഞുള്ള അടിയുടെ പൂരമാണ് പൗലോസ് ചോദിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും വഴക്കും ഒക്കെ നിലനിൽക്കുന്ന പോൽ, നിങ്ങളുടെ ഇടയിൽ ഗ്രൂപ്പിസം ഉണ്ട്, ഭിന്നത ഉണ്ടെന്ന് കേൾക്കുന്നു ഞാൻ. നിങ്ങളപ്പോ ആരാ ശരിക്കും? ജഡീകന്മാർ. നിങ്ങൾ ശരിക്കും ജഡീകന്മാരാണ്. പിന്നെ എടുത്തിട്ടൊരു പൂശുന്ന പോലെ പൗലോസ് അടിച്ചു. ഇത് ലോക മനുഷ്യരുടെ ഇടയിൽ ഇല്ലല്ലോ, നിങ്ങളുടെ ഇടയിൽ ഇതൊക്കെ നിലനിൽക്കുന്നെങ്കിൽ. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം, കൊരിന്ത്യ സഭയ്ക്കകത്ത് ഗ്രൂപ്പ് എത്ര ഉണ്ടായിരുന്നു അറിയാമോ? പൗലോസിന്റെ പക്ഷം, പത്രോസിന്റെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, ഈശോ മിശിഹായുടെ പക്ഷം. ആകെ 4 കുടുംബങ്ങളാ. 4 കൊമ്പേ കയറിയിരിക്കുകയാണ്. ഈശോയുടെ പക്ഷവും പറഞ്ഞ് പലരുടെയും പക്ഷം പറഞ്ഞു. ഇത് പറയുമ്പോൾ കേൾക്കാൻ രസമുണ്ട് കേട്ടോ. നമുക്കിതൊന്നും പെട്ടെന്ന് ഈ കാലത്താണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. എളുപ്പത്തിൽ ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താണെന്നറിയാമോ?
ഒന്നാമത്തെ പക്ഷം released in 2011, garnered critical. കഴിഞ്ഞു. എന്തൊന്ന് മനസ്സിലായില്ല. പൗലോസ് പറയുന്നത്, ഈ പൗലോസിനോടാ പറയുന്നത് ഇങ്ങനെ പക്ഷമുണ്ടെന്ന്. അപ്പൊ ആരെങ്കിലും ചെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. പൗലോസ് ആരെന്നറിയാമോ? സഭ സ്ഥാപിച്ച പാസ്റ്റർ. അപ്പൊല്ലോസ് ആരെന്നറിയാമോ? ഇപ്പോഴത്തെ പാസ്റ്റർ. കേഫാവ് ആരെന്നറിയാമോ? സെൻട്രൽ പാസ്റ്റർ. നമ്മുടെ നാടൻ പറഞ്ഞ സെൻട്രൽ പാസ്റ്റർ. അപ്പോൾ പൗലോസിനോട് ഈ വാർത്ത കൊണ്ട് കൊടുത്ത ഉടനെ ഇന്നത്തെ കാലത്തെ സെൻട്രൽ പാസ്റ്റർമാരോ സഭ സ്ഥാപിച്ച പാസ്റ്റർമാരോ പ്രസിഡന്റുമാരോ ആയിരുന്നെങ്കിൽ, എടാ അവിടെ എത്ര ഗ്രൂപ്പുണ്ട്? 4 ഗ്രൂപ്പുണ്ട് പാസ്റ്ററെ. നമ്മുടെ പക്ഷത്ത് ആരെങ്കിലും ഉണ്ടോ? പാസ്റ്റർ പക്ഷത്താ കൂടുതൽ. കാരണം പാസ്റ്ററല്ലേ അവിടെ ഒന്ന് കഷ്ടപ്പെട്ട് സഭ സ്ഥാപിച്ചത്. പ്രൈസ് ദ ലോർഡ്. അത്രയും പേര് നമ്മുടെ കൂടെ ഉണ്ടോ? എത്ര കുടുംബമുണ്ട് അവിടെ? ഇപ്പൊ എല്ലാം കൂടെ ഒരു 40 കുടുംബമുണ്ട്. അതിലൊരു 20 പേരും പാസ്റ്റർ കൂടാണ്. ഓ സ്തോത്രം. പിന്നെ ആരുടെ കൂടെ ഉണ്ട്? പിന്നെ നമ്മുടെ അവിടുത്തെ പാസ്റ്റർ കൂടെ കുറെ പേരുണ്ട്. എത്ര പേരുണ്ട്? ഒരു 10 കുടുംബങ്ങൾ കാണും. പിന്നെ ബാക്കി കുറച്ച് കുടുംബം കേഫാവിന്റെ പേരിലുണ്ട്. ഹലോ, നിങ്ങളെല്ലാവരും ഉണ്ടോ എൻ്റെ കൂടെ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്ന അത്ര സുഖകരമുള്ളൊരു കാര്യമല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഈ കണ്ണടച്ചിരിക്കുന്നവരും വീഡിയോയ്ക്കകത്ത് വരാത്തവരും മഹതി മഹാന്മാര്, നിങ്ങൾക്കും ദൃശ്യമാകാൻ അവസരമുണ്ട്. സമയം മനസ്സുണ്ടെങ്കിൽ വെളിപ്പെട്ട് വരിക. സാധാരണ ആൾക്കാർ ഇങ്ങനെ വേറെ രീതിയിൽ വെളിപ്പെട്ട് വരട്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചു കളയരുത്. കർത്താവിന്റെ അല്ല, പൗലോസ് പറഞ്ഞേക്കണം നിങ്ങൾ കേട്ടോ. എന്താണെന്നറിയാമോ? ഈ സഭക്കാർക്ക് ന്യായമുണ്ട്. പൗലോസ് വന്ന് കഷ്ടപ്പെട്ട് സഭ ഉണ്ടാക്കിയെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ കുറെ ആൾക്കാർ വേണം. അപ്പൊ പൗലോസ് പക്ഷം കുറെ ആൾക്കാർ ന്യായമാണ്. പക്ഷെ ഒരു കല്യാണം നടക്കണമെങ്കിലും സ്നാനം നടക്കണമെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യം നടത്തണമെങ്കിൽ സെൻട്രൽ പാസ്റ്റർ വരണം, കേഫാവ് വരണം. ഇവര് അങ്ങരുടെ കൂടെ വേണ്ടേ? കുറെ പേര് അങ്ങരുടെ കൂടെ നിന്നു. പൗലോസ് പ്രവർത്തിച്ചിട്ട് പോയി. സെൻട്രൽ പാസ്റ്റർ വേറെ എവിടെ ഇരിക്കുന്നു, അല്ലെ പ്രസ്ബിറ്റർ വേറെ എവിടെ ഇരിക്കുന്നു. നമ്മുടെ ഇവിടെ ഇന്ന് ശുശ്രൂഷിക്കുന്ന കൂടെ ആൾക്കാർ വേണ്ടേ? അതാണ് അപ്പൊല്ലോസിന്റെ പക്ഷം. ഇനിയും അടുത്തൊരു പക്ഷമുണ്ട്. ഈ 3 കൂട്ടത്തിലും കൂടാതെ അങ്ങേ മൂലയ്ക്ക് പോയിരുന്നുകൊണ്ട് കൈയടിച്ച് പാടിത്തുള്ളുന്ന ഈശോ മിശിഹായുടെ പക്ഷം. അങ്ങനെ 4 കൂട്ടരാണ് ഒരു ആത്മീക ഉന്നതി പ്രാപിച്ച ഒരു സഭയ്ക്കകത്ത് ഉണ്ടായിരുന്ന പൗലോസ് പറഞ്ഞത്. ഞാൻ ഓർക്കുന്ന ഇന്നായിരുന്നെങ്കിൽ, ഞാൻ ശരിക്കും സത്യസന്ധമായിട്ട് പറയാം, ഇന്നായിരുന്നെങ്കിൽ കൊരിന്ത്യയിൽ 4 സഭ ഉണ്ടായത്. 4 സഭ ഉണ്ടാക്കിയിട്ട് പത്രോസ് എന്ന് പറയുന്ന സെൻട്രൽ പാസ്റ്റേഴ്സ് കേന്ദ്രത്തിലോട്ട് ലെറ്റർ അയക്കുമ്പോൾ ഇങ്ങനെ പറയും, കർത്താവിന്റെ കൃപയാൽ ഞാൻ ഇവിടെ തുടങ്ങിയ കാലത്ത് ആകെ 12 സഭയുണ്ടായിരുന്നു, പെട്ടെന്ന് 16 സഭയായി മാറുവാൻ കർത്താവ് സഹായിച്ചു എന്നും പറഞ്ഞ് 4 പേരെ പ്രാർത്ഥിച്ച് അതിന്റെ പാസ്റ്റർമാരാക്കി സെന്റർ വർദ്ധിപ്പിച്ചേനെ. ഹലോ, ഞങ്ങളൊക്കെ താമസിക്കുന്ന ദേശങ്ങളിൽ UK-യിലും UK-യുടെ കാര്യം പറയാം, ബാക്കിയുള്ള രാജ്യങ്ങളുള്ളവര് ചിലപ്പോൾ ഇത് അംഗീകരിക്കത്തില്ലായിരിക്കും, എന്തായാലും പറയാം. ഇവിടൊക്കെ ഒരു പാസ്റ്റർ ആവാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഒരു സഭ പൊളിക്കാനുള്ള യോഗ്യതയാണ്. ഒരു സഭ, സമാധാനത്തോട് പോകുന്ന സഭ, ഏതെങ്കിലും ഒരു പേര് പറഞ്ഞ് ഗ്രൂപ്പിന്റെ പേരോ സംഘടന IPC ചർച്ച കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. നമ്മൾ ആരാടാ IPC-കാരാ, നമ്മളാരാ AG-കാരാ, നമ്മളാരാ ഷാരോങ്കാരാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ തല്ലിപ്പിരിച്ച് അപ്പുറത്ത് കൊണ്ടൊരു സഭ തുടങ്ങാൻ 10, 15, 20 പേരുള്ള ഒരു സ്ഥലത്ത് നിന്ന് 4 പേരെ അടിച്ചു മാറ്റി അപ്പുറത്ത് കൊണ്ടുപോകാൻ കഴിവുള്ള ആ പുള്ളിയാണ് ശുശ്രൂഷയ്ക്ക് യോഗ്യൻ. അതുകൊണ്ട് അയാളെ തന്നെ കൈവച്ച് ആശീർവദിച്ച് സഭാ നേതാക്കന്മാരാക്കും. അതാണ് നമ്മൾ കണ്ടുകൊണ്ട് വരുന്നത്. ഇന്ന് ഈ കാണിക്കുന്ന വൃത്തികേടുകൾക്കെല്ലാം ഒരപമാനവും അപവാദം എന്നുള്ള നിലയിൽ ദൈവാത്മാവിൽ നിറഞ്ഞ ഒരു പൗലോസ് ചോദിച്ച ആ ചോദ്യമാണ് ഇന്ന് എല്ലാ സെൻട്രൽ പാസ്റ്റർമാരുടെയും നേതാക്കന്മാരെയും പാസ്റ്റർമാരുടെ ഒക്കെ ഹൃദയങ്ങളിൽ ഉറക്കം മുഴങ്ങേണ്ടത്. എൻ്റെ പേരിൽ 4 പേരുണ്ടെങ്കിൽ സ്തോത്രം എന്ന് പറയുന്നതിന് പകരം പൗലോസ് എടുത്തു ചോദിച്ചൊരു ചോദ്യം എന്തെന്നറിയാമോ? ഞാനാണോ നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? അപ്പൊല്ലോസ് ആണോ നിനക്ക് വേണ്ടി ചോര ഒഴുക്കിയത്? അപ്പം അദ്ദേഹം പറഞ്ഞു വന്നതേ, എൻ്റെ പേര് പറഞ്ഞു നിന്റെ പേര് പറഞ്ഞൊന്നും ആരും ഗ്രൂപ്പ് ഉണ്ടാക്കണ്ട. നിനക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാനും കൂടെ നിൽക്കാനും ഒരേ ഒരാളേ ഉള്ളൂ ലോകത്ത്, അത് കർത്താവാണ്. ആ കർത്താവ് നിനക്ക് പ്രാണനെ വെച്ച് നൽകിയ കർത്താവാണെന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. എല്ലാം മനസ്സിലാവുന്നുണ്ടോ സഹോദരി സഹോദരന്മാരെ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരോടും, നിങ്ങൾ ഏത് സഭയപ്പെട്ട ആളാണെങ്കിലും ഏത് സഭ നടന്ന ആളാണെങ്കിലും ഇനി ഒരു യോഗത്തിന് സൂമിലല്ല ഒന്നിനും എന്നെ വിളിച്ചില്ലെങ്കിൽ എനിക്കൊരു വിഷമവും ഇല്ല. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സഭകളിൽ നിൽക്കുന്ന സഭകളിൽ കർത്താവിനെ സേവിക്കുക, കർത്താവിന്റെ പക്ഷം നിൽക്കുക. സംഘടനയുടെ പക്ഷവും വേണ്ട, ആൾക്കാരുടെ പക്ഷവും വേണ്ട, കാശുള്ളവന്റെ പക്ഷവും വേണ്ട.
കർത്താവിന്റെ പക്ഷത്ത് മാത്രം എപ്പോഴും നിൽക്കുക. സഭയ്ക്കകത്തൊരു ഭിന്നതയോ ഗ്രൂപ്പോ വഴക്കുണ്ടാക്കുന്ന ഒരു കാര്യത്തിനകത്തും ഇടപെടാതിരിക്കുക. ഭിന്നത ഉണ്ടാക്കുന്നവനെ 1-2 പ്രാവശ്യം ബുദ്ധി ഉപദേശിച്ച് അവനെ പുറത്താക്കി കളയാനാണ് തിരുവെടുത്ത് പറയുന്നത്. ഭിന്നത ഉണ്ടാക്കുന്നവൻ ഭിന്നത ഉണ്ടാകുന്ന കർത്താവ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഭിന്നത ഉണ്ടാക്കുന്നവനെ കഴുത്തിലൊരു കല്ല് കെട്ടി ആഴക്കടലിൽ കൊണ്ടിട്ടേക്കണം. കാര്യം പൊങ്ങി വരാൻ ഒരു കാലത്തും പാടില്ലെന്ന്. അത്രയ്ക്ക് പ്രാകൃതമായ ഒരു പ്രവൃത്തിയായിട്ടാണ് സഭയ്ക്കുള്ളിൽ ഭിന്നത ഉണ്ടാക്കുന്നവനെ വേദോസം വിശേഷിപ്പിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വീണ്ടും വന്നിട്ട് പറയാം, ദൈവസഭകൾ ഒരുമിച്ച് നിൽക്കണം. പാസ്റ്റർമാർ വരും, പാസ്റ്റർമാർ പോകും. പക്ഷെ സഭ ഒന്നായിട്ട് നിന്നൊരു ദേശത്തെ സുവിശേഷ വേലയ്ക്കുള്ള സപ്പോർട്ട് കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. അത് പറഞ്ഞിട്ട് ഞാൻ ആ വാക്യത്തിലേക്ക് തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കയറി വരികയാണ്. ഐക്യതയുടെ കാര്യം പറഞ്ഞില്ലേ? നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ, ഈ ആദിമസഭ, നമ്മളെ ആദിമസഭയുടെ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. ആദിമസഭ വളർന്നു എന്ന് പറയുന്നതും ശക്തി പ്രാപിച്ചു എന്ന് പറയുന്നതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തിയുണ്ട്. ഒന്നാമത്തെ പ്രവൃത്തി, അവർ പ്രസംഗിച്ച് പ്രസിദ്ധരായവരാണ്, അവർ കൊടുത്ത് സമ്പന്നരായവരാണ്. പക്ഷെ അവർ ഐക്യതയോടെ നിന്ന് ബലപ്പെട്ട ഒരു സമൂഹമാണ്. നിങ്ങളെ അപ്പോസ്തല പ്രവൃത്തി 1, 2, 3, 4, 5, 6 അധ്യായങ്ങൾ വായിച്ചു നോക്കിയേ. എല്ലാ അധ്യായത്തിനകത്തും ആവർത്തിച്ചു പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. അതെന്താണെന്നറിയാമോ? ഏക മനസ്സ്, ഏക ഹൃദയം, ഒരുമിച്ച്, ഐക്യതയോടെ, ഒരുമനപ്പെട്ട്. ഇതാണ് അവിടെ പറയുന്ന എല്ലാ പദങ്ങളും. പത്രോസ് യോഹന്നാനും ഒരുമിച്ച് നോക്കി. അവിടെ ഉള്ളവരുടെ അവരെല്ലാവരും പരമാർത്ഥ ഹൃദയമുള്ളവർ, ഏക മനസ്സുള്ളവരായിരുന്നു. അപ്പോൾ ഒരുമിച്ചൊരു ദേശത്ത് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളത് ഒരു സഭയുടെ പരമപ്രധാനമായ ഉത്തരവാദിത്തമാണ്. ഇനിയും അതിന്റെ ഒരു വശം, വേറെ വശം പറയാം. എവിടെയാണ് ഈ ഭിന്നത ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാമോ? ഇതിനകത്ത് പാസ്റ്റർമാരൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഞാനൊരു പാസ്റ്ററുമായിട്ട് ഭിന്നത ഉണ്ടാകണമെങ്കിൽ, അനൈക്യത ഉണ്ടാകണമെങ്കിൽ ഒരു കാരണമേ ഉള്ളൂ. എന്താ കാരണം എന്നറിയാമോ? എന്റെയും അദ്ദേഹത്തിന്റെ ലക്ഷ്യം രണ്ടാകണം. ലക്ഷ്യം രണ്ടാകണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഞാൻ എൻ്റെ ഉദാഹരണങ്ങൾ പറയാം. ടൗണിൽ വരെ പോകണം. നമ്മൾ രണ്ടുപേരൂടെ പുറത്തോട്ടിറങ്ങി. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വന്നു. നമ്മളത് ചാടി കയറി, രണ്ടുപേരും കയറി. എന്നിട്ട് ഒരാൾ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. മറ്റേ ആൾ പറഞ്ഞു നേരെ പുറകോട്ട് പോകണം പറഞ്ഞു. നേരെ യൂട്ടേൺ എടുക്കാൻ പറഞ്ഞു. ഡ്രൈവർ പറഞ്ഞു ഏതെങ്കിലും ഒരു സ്ഥലത്തോട് പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന സാധനം അല്ല ഇത്. നമ്മൾ തമ്മിൽ ഈ ഭിന്നത ഉണ്ടാകുന്നതിന്റെ കാരണം 2 ലക്ഷ്യമാണ്. എനിക്ക് പുറകോട്ട് പോകണം, നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം. 2 ലക്ഷ്യം. അവിടാണ് ഭിന്നത. അതേ സമയത്ത് പറയുകയാണ്, നമ്മൾ രണ്ടുപേരും ഒരുപോലെ പറയുകയാണ്, പൊക്കോ, മുമ്പോട്ടങ്ങ് പൊക്കോട്ടെ, ടൗണിൽ ഇറങ്ങിയാൽ മതി. അവിടെ ഭിന്നതയില്ല. ഇതുപോലെ സഭകളിൽ ഭിന്നത ഉണ്ടാകുന്നതിന്റെ കാരണം എന്തെന്നറിയാം? 2 ലക്ഷ്യങ്ങളാണ്. 2 ലക്ഷ്യം. അവരവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ, അവരവരുടേതായ മഹത്വങ്ങൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ എല്ലാം അവരവർക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എനിക്ക് എൻ്റെ മാനം, എനിക്ക് എൻ്റെ സീറ്റും, എനിക്ക് എൻ്റെ മഹത്വവും തേടി ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഭിന്നതയായി. നിങ്ങൾ നിങ്ങളുടെ മഹത്വവും നിങ്ങളുടെ സ്ഥാനവും നിങ്ങളുടെ കസേര ഉറപ്പിക്കാൻ നിങ്ങൾ സഞ്ചരിക്കുന്നു. ഇതെല്ലാം ഒന്ന് മാറിയിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്യം നമ്മൾ മറക്കാതെ ഓർത്തിരിക്കുക. എന്താണെന്നറിയാമോ? റോമാലേഖനം 1-ാം അധ്യായത്തില് പൗലോസ് പറയുന്നൊരു പദപ്രയോഗമാണ്, ഫോർ ഹിസ് നെയിം സേക്ക്. അവന്റെ നാമ മഹത്വത്തിന് വേണ്ടി, അവന്റെ നാമത്തിന് വേണ്ടി. നമ്മൾ അധ്വാനിക്കുന്ന കർത്താവിന് വേണ്ടിയാണെങ്കിൽ, ഞാനും നിങ്ങളും അധ്വാനിക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം കർത്താവിന്റെ രാജ്യവും കർത്താവിന്റെ നാമവും ആണെങ്കിൽ അവിടെ ഭിന്നതയ്ക്ക് ആവശ്യമില്ല. ഒരു കാരണവശാലും ഭിന്നത എന്ന് പറയുന്ന വാക്യം അവിടെ വരുന്നില്ല. ഞാൻ പറയുന്നത് എന്താണ്? എൻ്റെ കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. ഓക്കെ, നിങ്ങളും പറയുന്നു എനിക്ക് എൻ്റെ കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. അവിടെ ഭിന്നതയില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആശയങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ സഹോദരങ്ങളെ? നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങൾ മാറി നമ്മുടേതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് പൗലോസ് പറയുന്ന പോലെ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ തുടങ്ങിയാൽ, വിശ്വാസി തുടങ്ങിയാൽ, പാസ്റ്റ് തുടങ്ങിയാൽ, നേതാക്കന്മാർ തുടങ്ങിയാൽ ഈ സഭകളിലുള്ള ഭിന്നതകൾ മാറാം. അവരവരുടെ സീറ്റും സ്ഥാനങ്ങളും മാനങ്ങളും പണവും പ്രതാപവും പ്രസിദ്ധിയൊക്കെ തിരക്കുള്ള മനുഷ്യന്റെ യാത്രയിലാണ് ഈ കലാപങ്ങളും ഈ അസ്വസ്ഥതകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നത്. ഞാൻ അതും പറഞ്ഞ് തിരിച്ചു വരാം. ആദിമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറഞ്ഞാൽ അവരുടെ ഐക്യതയായിരുന്നു. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. കർത്താവ് പറഞ്ഞ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭൂമിയിൽ വെച്ച് 2 പേര് ഐക്യമത്യപ്പെട്ട ഒരു വിഷയത്തിനകത്ത് കർത്താവ് തരുമെന്നാ പറഞ്ഞു.
അപ്പൊ ഐക്യതയ്ക്ക് അത്രയും വലിയ സ്ഥാനമുണ്ട്. രണ്ടുപേര് മതി ഒരു കാര്യം ഐക്യമത്യം. ആ കർത്താവ് പറഞ്ഞു, രണ്ടുപേര് ഭൂമിയിൽ ഐക്യതയോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നൽകി തരാമെന്ന്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് എത്ര പ്രാധാന്യമുണ്ട് ഐക്യതയ്ക്ക് എന്നുള്ള കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മളെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് വൃത്തികേട് കാണിച്ചാലും, എന്ത് ബഹളം ഉണ്ടാക്കിയാലും, കലാപം ഉണ്ടാക്കിയാലും, നമ്മൾ രണ്ട് ചാട്ടം ചാടി തുള്ളി മറിഞ്ഞ്, രണ്ട് അല്ലിലിയം പറഞ്ഞ്, രണ്ട് അന്യഭാഷം പറയുമ്പോൾ നമ്മൾ ആത്മീയരായി. അതാ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കപട ആത്മീക ലക്ഷണം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഹൃദയങ്ങളെ ദൂരെ നിന്ന് ഗ്രഹിക്കുന്ന കർത്താവ് ഇതെല്ലാം അറിയുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുന്ന നല്ലൊരു കാര്യമാണ്. ഇനി വേറൊരു കാര്യം, നിങ്ങൾക്കറിയാമോ, ഈ ഐക്യത ഇല്ലാതാക്കിയാൽ നമ്മളെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന പിശാചിനറിയാം. ഒരു തെളിവ് ഞാൻ പറയാം. ഈ ദൈവവും മനുഷ്യനും ഒന്നായിരുന്നു, അറിയാമല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, പ്രൈസ് ദി ലോർഡ്. ഉണ്ട്. ഐ മീൻ ദൈവവും മനുഷ്യനും ഒന്നായിരുന്നു കേട്ടോ. ഏതോടത്തിലേ അവർ തമ്മിൽ ഭയങ്കര കാര്യം വരികയും കാണുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പിശാച് അതിനെ തമ്മിൽ ഭിന്നിപ്പിച്ചു, രണ്ടാക്കി. ദൈവത്തിന്റെ വഴിക്ക് പോയി, മനുഷ്യന്റെ വഴിക്ക് ദൈവം ഇറക്കി വിട്ടു. ഭാര്യ ഭർത്താവ് ഒന്നായിരുന്നു. അവർ അങ്ങനെ പറഞ്ഞു, ഇനിയും ഇരു ദേഹമല്ല ഒരു ദേഹം അത്രയും, എന്റെ അസ്ഥിയും അസ്ഥിയും എന്റെ മാംസവും മാംസവും എന്നൊക്കെ പറഞ്ഞ് വലിയ ഫിലോസഫിയൊക്കെ പറഞ്ഞ ആദം ദൈവം ചോദിച്ചത് പറഞ്ഞു, നീ ഉണ്ടാക്കി തന്ന ഈ സാധനം ഈ പ്രശ്നത്തിന് കാരണമെന്ന്. അവിടെ തുടങ്ങി അഭിപ്രായ ഭിന്നത. ഒന്നായിരുന്നവർ ഒന്നായോ? തുടങ്ങിയില്ലേ കലാപം അവിടെ തൊട്ട്? ഇത് ഈ സഹസ്രാബ്ദങ്ങളിലൂടെ തുടരുകയല്ലേ ഭിന്നത എന്ന് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്, മഹാപൗരോഹിത്യ പ്രാർത്ഥന. കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. കർത്താവ് അവിടെ നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുള്ളൂ പ്രധാനപ്പെട്ടത്. പിതാവേ, ഞാനും നീയും ഐക്യത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഐക്യത്തിൽ ഒന്നായിരിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പ്രാർത്ഥിച്ച പ്രധാനപ്പെട്ട പ്രാർത്ഥന നമ്മുടെ ഐക്യതയ്ക്ക് വേണ്ടിയായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? കർത്താവ് പറഞ്ഞത് നമ്മുടെ ഐക്യതയ്ക്ക് വേണ്ടിയായിരുന്നു. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്വാളിറ്റീസ്, അതിലൊന്നാണ് ഐക്യത, പിന്നെ മറ്റൊന്ന് സ്നേഹമാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പൗലോസ് പറഞ്ഞ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ പ്രഭാഷണത്തെക്കാളും വലുത് അതിലൊരു വാചകമൊക്കെ പറയുന്നതാണ്. കൃപാവരങ്ങളുടെ ആവശ്യകതയും കൃപാവരങ്ങളുടെ സ്വീകാര്യതയും കുറിച്ചൊക്കെ വാതോരാതെ സംസാരിച്ച ഒരാള്. അത് വലിയൊരു കാര്യമാണെന്ന് തന്നെ പറയുന്നു. കൃപാവരങ്ങൾ പിതാവ് നൽകുന്നു, പുത്രൻ നൽകുന്നു, പരിശുദ്ധാത്മാവ് നൽകുന്നു, ഓരോരുത്തർക്ക് ഇന്നതുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ടെന്നൊക്കെ പുള്ളി പറഞ്ഞു വന്നിട്ട് ഈ മനുഷ്യൻ കാണിച്ചൊരു അന്യായം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അന്യായം, അല്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു അന്യായം, ഈ വരങ്ങളുടെയൊക്കെ അവസാനം കൊണ്ട് പുള്ളി എഴുതി വെച്ചേക്കുന്നു, ഞാൻ ഇതിനേക്കാൾ അതിശ്രേഷ്ഠമായ ഒരു കാര്യം പറയാം. അപ്പം നമ്മളിങ്ങനെ കാതു കൂർപ്പിക്കും, ദൈവമേ, പ്രവചനവരം, രോഗശാന്തി വരം, ഭൂതശാന്തി വരം, അത്ഭുതങ്ങളുടെ എന്താ പറയുന്നത്, ഇത് ഭാഷകളുടെ വ്യാഖ്യാനം, വിവേചനപരം. അപ്പൊ ഇതൊക്കെ കേൾക്കാൻ നമുക്ക് തന്നെ ത്രില്ലാവും. ഓ, കൈവെക്കുന്ന പറഞ്ഞ രോഗശാന്തി, അപ്പൊ ഭയങ്കര ത്രില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയാണ്, ഞാൻ ഇതിനേക്കാൾ വലിയൊരെണ്ണം പറയാന്ന് പറയാം, അതിശ്രേഷ്ഠമായ ഒരു കാര്യം. അപ്പൊ നമ്മൾ വിചാരിക്കും അതിന് എന്താണ്, ഭൂമിയെ പിടിച്ചു കുലുക്കാൻ വല്ല ഉള്ളതാണോ എന്നുള്ള പ്രതീക്ഷയോടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞെന്തറിയാമോ? സ്നേഹം. പിന്നെ അദ്ദേഹം ഒരു അധ്യായം തന്നെ എഴുതുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹത്തെക്കുറിച്ച് വാതോരാതൊരു കാവ്യം തന്നെ എഴുതി വെച്ചു. ഈ വരങ്ങളെല്ലാം നിനക്കൊണ്ടെന്ന് പറഞ്ഞാലും, നീ ദൂതന്മാരുടെ ഭാഷയിലും പിന്നെ മറുഭാഷയിലും സംസാരിച്ചാലും, മല നിന്റെ വിശ്വാസത്തിന് മുമ്പിൽ ഓടിച്ചാടിപ്പോയി കടലിൽ വീണാലും, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ അന്നദാനം ചെയ്താലും, നിന്റെ ശരീരത്തെ നീ ചുടുവാരേൽപ്പിക്കുന്ന വിശ്വാസം നിന്റെ മണ്ടയ്ക്കകത്തുണ്ടെങ്കിലും, നിന്റെ തലച്ചോറിനകത്ത് സ്നേഹമെന്ന് പറയുന്ന, നിന്റെ ജീവിതത്തിനകത്ത് സ്നേഹമെന്ന് പറയുന്ന ഒരു വര നിനക്കില്ലെങ്കിൽ നീ വെറും വട്ടപൂജ്യമാണ്, ഒരു ബിഗ് സീറോ ആണ്, നത്തിങ്, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. എന്നിട്ട് വരങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു ലിസ്റ്റ് തന്നെ പുള്ളി ഉണ്ടാക്കി വെക്കുകയാണ്. എന്താണ് സ്നേഹമെന്ന് പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീടാണ് വീണ്ടും പുള്ളി 14-ാം അധ്യായത്തിൽ വരങ്ങളെ കുറിച്ച് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, പരസ്പരം കണ്ടാൽ മിണ്ടാത്തതും, ഒരു കൈ കൊടുക്കാത്തതും, ഒരു സ്വോത്രം പറയാത്തതും, വർഷങ്ങളോളം ശത്രുത വെച്ചുകൊണ്ടിരിക്കുന്നതുമായ ബന്ധങ്ങൾ നമ്മുടെയൊക്കെ സഭാസമൂഹം നിലനിൽക്കുമ്പോൾ നമുക്ക് എത്ര ഭംഗിയായിട്ട് പൗലോസിനെയും പത്രോസിനെയൊക്കെ പ്രസംഗിക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ കാപട്യത്തിന്റെ ലക്ഷണമാണ്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്.
ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞാണ് ഐക്യത. ഐക്യത എഫേസ്യർ 4-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ഐക്യതയെക്കുറിച്ചാണ്. തുടക്കം തന്നെ ഐക്യതയെക്കുറിച്ചാണ്. ഇനിയും അത് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. എന്താണ് സഭയുടെ ഐക്യത? ശരീരം ഒന്നാണ്. അപ്പോൾ തന്നെ രണ്ടാമത്തെ കാര്യം, ശരീരം ഒന്നാണെങ്കിലും ഡൈവേഴ്സിറ്റി ഉണ്ട്, വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തതകളിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തൊക്കെ വ്യത്യസ്തതയാണ്? ഒന്ന്, പ്രവൃത്തിയിലുള്ള വ്യത്യസ്തത. അത് അവിടെ തന്നെ പറയുന്ന കാര്യമാണ്, ഞാൻ വ്യാഖ്യാനിക്കുന്നൊന്നുമല്ല കേട്ടോ. രണ്ടാമത്തത് ബലത്തിലുള്ള വ്യത്യസ്തത. മൂന്നാമത്തത് ബഹുമാനത്തിലുള്ള വ്യത്യസ്തത. ഒന്ന് പ്രവൃത്തി. ഒന്ന് പ്രവൃത്തി പറഞ്ഞാൽ പൗലോസ് തന്നെ പറയുന്നു, ഓരോ അവയവത്തിനും വ്യത്യസ്തമായ പ്രവൃത്തിയാണ്. എല്ലാം കണ്ണെങ്കിൽ ക്രാണം എവിടെ, എല്ലാം ചെവിയെങ്കിൽ പിന്നെ കാഴ്ച എവിടെ, പൗലോസ് ചോദിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ശരീരം മുഴുവൻ ചെവിയായി കഴിഞ്ഞാൽ, ശരീരം മുഴുവൻ കണ്ണായി കഴിഞ്ഞാൽ, ശരീരം മുഴുവൻ കാതായി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പക്ഷേ കണ്ണും കാതും ക്രാണവും എല്ലാം നമുക്ക് ആവശ്യമാണ്. എന്നിട്ട് പൗലോസ് പറയാണ്, ഇതെല്ലാം വ്യത്യസ്ത ഫംഗ്ഷനാണ്. സഭയ്ക്കകത്ത് 100 വിശ്വാസികളുണ്ടെങ്കിൽ എല്ലാവരും ഒരു പണിയല്ല ചെയ്യുന്നത്, ഒരു പണിയല്ല ചെയ്യുന്നത്. എല്ലാവരും സെക്രട്ടറിമാരാകാൻ പറ്റിയല്ല, എല്ലാവരും ഖജാൻജിമാരാകാൻ പറ്റിയല്ല, എല്ലാവർക്കും പ്രസിഡന്റുമാരാകാനും സ്ത്രീകളുടെ പ്രസിഡന്റ് ആവാനും യൂത്തിന്റെ പ്രസിഡന്റ് ആകാനും പറ്റിയല്ല, എല്ലാവർക്കും സ്റ്റേജിൽ കയറാൻ പറ്റിയല്ല, എല്ലാവർക്കും പലതും വ്യത്യസ്തമാണ്. അത് ഓരോരുത്തരും എൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ് സഭയുടെ നല്ല നടത്തിപ്പിന് പറ്റുന്നത്. ഹലോ, ഒരാശുപത്രിയിൽ അങ്ങും ഏറ്റവും ടോപ്പിലുള്ള അതിൻ്റെ ഓണർ മുതൽ ഇനി താഴെയുള്ള ഏറ്റവും താഴെയെന്ന് നമ്മൾ പറയുന്ന ഒരു ജോലിക്കാരൻ വരെ ഉണ്ട്. നിങ്ങളെ എല്ലാവരും മാനേജിങ് ഡയറക്ടേഴ്സ് ആയാലോ, എല്ലാവരും ഡോക്ടർമാർ മാത്രമായാലോ, എല്ലാവരും നേഴ്സുമാർ മാത്രമായാലോ, എല്ലാവരും തൂപ്പുകാർ മാത്രമായാലോ, എല്ലാവരും കമ്പൗണ്ടറോ, നടക്കത്തിൻ്റെ ഒരു പ്രസ്ഥാനവും. അപ്പോൾ സഭാവിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് അവരവരുടെ സ്ഥാനങ്ങൾ എന്തുവാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനകത്ത് പ്രവർത്തിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. പാട്ട് പാടാൻ അറിയാത്തൊരു പാട്ട് പാടാൻ കയറരുത്. എൻ്റെ കൊച്ചിനും പാടാം എന്ന് പറഞ്ഞുകൊണ്ട് കാളരാഗവും പോത്തുരാഗവും ഒന്നും സഭായോഗത്തിൽ കയറി പോവരുത്. പാട്ടറിയുന്ന പാട്ട് പാടുന്നേ, താളം ചെയ്യാൻ അറിയാവുന്നവൻ താളം അടിക്കണമെന്നേ. അല്ലാതെ നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബമോ നമ്മുടെ വീട്ടുകാരോ ഒന്നും അല്ല അവിടെ പ്രധാനം. കർത്താവിൻ്റെ നാമമാണ്, കർത്താവിൻ്റെ രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് നല്ലതും ഭംഗിയുള്ളതും നിങ്ങളെക്കാൾ ഭംഗിയായിട്ട് മറ്റൊരാൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ കൊണ്ടത് ചെയ്യിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. അതാ കുറച്ചുകൂടെ നല്ലത്. ഇപ്പൊ ഞാൻ പാടും, ഞാൻ പാട്ട് എൻ്റെ കാര്യമല്ല പറയുന്നത്, ഉദാഹരണം പറയാണ്. ഞാൻ പാടും, പക്ഷേ ഞാൻ പാടി ഇത്രയും നാൾ പാടിയതിനിടയ്ക്ക് എന്നെക്കാളും താളവും ഈണവും രാഗവും എല്ലാം മറ്റേ പാട്ടുകാരൊക്കെ പറഞ്ഞ സംഗതിയൊക്കെ ഉള്ള ഒരാൾ പാടാൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാൻ മാറിക്കൊടുക്കുക. അതിന് പ്രശ്നമൊന്നുമില്ല. ചത്താലും ഞാൻ മാറിയല്ല, ചാവുന്നരം വരെ ഞാൻ ഇവിടെ കിടന്ന് പാടത്തുള്ളെന്ന് പറഞ്ഞ് സഭയ്ക്കകത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി പോകരുത്. മറ്റുള്ളവരെ ബഹുമാനിക്കാനും ആദരിക്കാനും ഇവിടെ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, വിശദീകരിക്കാതെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലാവുമല്ലോ. പായിടാനും തൂത്തുവാരാനും പാത്രം കഴുകാനും ഭക്ഷണം വിളമ്പാനും ഒക്കെ ആൾക്കാർ നമ്മുടെ സഭയ്ക്കകത്ത് വേണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എല്ലാം ഒരു പ്രവൃത്തി അല്ല ചെയ്യുന്നത്. എല്ലാവരും നിങ്ങളെന്ന് വിളിച്ചാൽ അങ്ങനെ സഭ ഒരു കാര്യം വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പില്ലാതെ, കുന്നായ്മയില്ലാതെ, വഴക്കില്ലാതെ, ബഹളമില്ലാതെ എല്ലാവരും പോയി അവരവരുടെ പ്രവർത്തിച്ചിടുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് ആലോചിക്കുക സഭയ്ക്കകത്ത്. അങ്ങനെ സഭകൾ ഉണ്ടാവണമെന്നേ. സഭകളിൽ അങ്ങനെ ആവണം. വിശ്വാസികൾ അങ്ങനെ പഠിക്കണം. ചെയ്യുന്നതെല്ലാം കർത്താവിന് എന്നവണ്ണം ചെയ്താൽ മതി. നമുക്ക് തൂത്തുവരാൻ പറ്റും. ഒരു ഗ്ലാസ് വെള്ളം കർത്താവിന്റെ നാമത്തിൽ കൊടുത്താൽ, എല്ലാവരും ചെവി തുറന്ന് കേൾക്കണം കേട്ടോ, ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ കർത്താവിന്റെ പേരിൽ കൊടുത്താൽ കണക്കെഴുതി വെച്ചിട്ട് അതിന് പ്രതിഫലം കൊടുക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തൂത്തുവാരുന്നതിനും പ്രതിഫലമുണ്ട്, കസേര വർക്കിടുന്നതിനും പ്രതിഫലമുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? പാ ഇടുന്നതിനും പ്രതിഫലമുണ്ട്, പാത്രം കഴുകുന്നതിനും പ്രതിഫലമുണ്ട്. എന്തു പ്രവൃത്തി എൻ്റെ കർത്താവിന് വേണ്ടി എന്നുള്ളത് ചെയ്താൽ തീർച്ചയായിട്ടും അതിന് പ്രതിഫലം ഉണ്ടെങ്കിൽ എന്തിനാ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി അടികൂടുന്നത്? ഓക്കെ, മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. പ്രവൃത്തിയിലെ വ്യത്യാസം തിരിച്ചറിയുക. എനിക്ക് എന്ത് ഉത്തരവാദിത്തമാണോ ഉള്ളത് അത് ചെയ്യുക. രണ്ടാമത്തത് ഞാൻ പറഞ്ഞത് ബലത്തിൽ വ്യത്യാസമാണ്. എല്ലാവരും ഒരുപോലെ, അവയവങ്ങളെല്ലാം ഒരേപോലെ ശക്തി ഉള്ളതല്ല. കൈക്കും കാലിനും ഒക്കെ ശക്തി വ്യത്യാസമുണ്ട്. കൈ വെച്ച് ഇടിക്കുന്ന പോലെ അല്ല കാല് വെച്ച് ഒരെണ്ണം കൊടുത്താൽ.
ബലം കൂടില്ല കാലിന്. അതുകൊണ്ട് ഈ കൊള്ളുന്നവനെ അത് മനസ്സിലായല്ലോ. അപ്പൊ പൗലോസ് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ശരീരത്തിലെ അവയവങ്ങൾക്കും ബലത്തിൽ വ്യത്യാസമുണ്ട്. അത് അന്യോന്യത. അതുകൊണ്ടാണ് ഈ ബലഹീന വിശ്വാസികളും ബലമുള്ള വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞ് റോമാലേഖനത്തിനകത്ത് ശക്തരായ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 6 പാക്സ് ഉണ്ടായിട്ടും മസിൽ പിടിച്ചുകൊണ്ട് വരുന്ന കരാട്ടക്കാരുടെ കാര്യമല്ല പൗലോസ് പറയുന്നത്. ശക്തർ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസത്തിൽ ശക്തരായവരുടെ കാര്യമാണ്, വിശ്വാസത്തിൽ ബലഹീനരായവരുടെ കാര്യമാണ് പൗലോസ് പറയുന്നത്. അപ്പം ഇതൊക്കെ സഭയ്ക്കകത്തുണ്ട്, ഇത് പരസ്പരം അറിയണം. അതുകൊണ്ട് തന്നെയാണ് കർത്തൃമേശ സമയത്ത് വായിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, ബലഹീനരെ താങ്ങുവിൻ. ഇല്ലേ? പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ പഠിച്ചാണ്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കൽ തമാശയോട് പറയായിരുന്നു, വെച്ച് താങ്ങുവിൻ. അങ്ങനെ വാക്കിടണം നിങ്ങൾ ആരെങ്കിലും? ചിലർക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അറിയാവുന്ന കാര്യം വെച്ച് താങ്ങാനാണ്. വെച്ച് അങ്ങ് താങ്ങും. അപ്പം വെച്ച് താങ്ങുന്ന പരിപാടിയല്ല, താങ്ങുവിൻ എന്നാണ്, അല്ലാതെ വെച്ച് താങ്ങലല്ല. അതുപോലെ എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്യം പുള്ളി പറയും, തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തൊരു വാക്യമുണ്ട്. അപ്പൊ പുള്ളി അതിന് പറയുമ്പോൾ ഇച്ചിരൂടെ ഒരു നീളമിട്ട് പറയും, ഏൽപ്പിച്ചു കൊടുത്തെന്ന്. അപ്പൊ ഈ ഏൽപ്പിച്ചു കൊടുത്തതും വെച്ച് താങ്ങുന്നതും ഒന്നുമല്ല എന്നുള്ള കാര്യം അറിവിന് വേണ്ടി പറയുകയാണ്. ബലഹീനരുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ ബലഹീനരുണ്ടെങ്കിൽ, ഉപദേശപരമായ കാര്യങ്ങളിൽ ബലഹീനുണ്ടെങ്കിൽ അവരെ കൂടെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകണം എന്ന് വചനം പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ബഹുമാനത്തിൽ വ്യത്യാസമാണ്. അത് പറയുന്നത് പൗലോസ് അത് തന്നെ പറയുന്നുണ്ട്, ബഹുമാനത്തിൽ വ്യത്യാസമുണ്ട്. എല്ലാ അവയവങ്ങളും നമുക്ക് ഒരുപോലെ ആദരിക്കാൻ പറ്റിയല്ല. നേരം വെളുത്ത് ആരെങ്കിലും വന്ന് നമ്മുടെ കതവിന് മുട്ടിയാൽ നമ്മൾ ചാടിപ്പടച്ച് എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകിക്കൊണ്ടാവും, കഴുകി വൃത്തിയാക്കിയിട്ടാണ് മനുഷ്യന് മുമ്പിൽ പോകുന്നത്, അല്ലാതെ കാല് കഴുകിക്കൊണ്ടല്ല. മനസ്സിലായോ? അപ്പം ബഹുമാനത്തിന് വ്യത്യാസമുണ്ട്. അതുപോലെ ശരീരാവയവങ്ങളുടെ കാര്യം പൗലോസ് പറയുന്നുണ്ട്, വ്യത്യാസമുണ്ട് ബഹുമാനത്തിൽ. എല്ലാവരും ഒരുപോലെ അല്ല. കർത്താവ് എല്ലാവരും ഒരുപോലെ മാനിക്കും, അത് വേറൊരു കാര്യം. പക്ഷെ സഭയ്ക്കുള്ളിൽ എല്ലാവരും ഒരുപോലെ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഈ വർഷം നമ്മുടെ ഇന്ന സഹോദരൻ ഖജാൻജിയായിട്ടിരിക്കട്ടെ, അപ്പൊ പുള്ളി പറയാണ്, എനിക്ക് കണക്കെഴുതാൻ അറിയത്തില്ല, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, എന്നാലും ബ്രദറിനെ ബഹുമാനിക്കാൻ വേണ്ടി ഖജാൻജി ആക്കുമെന്ന് പറഞ്ഞാൽ എന്തായി തീരും അവസ്ഥ? അത്രേ ഉള്ളൂ. അത് അറിവുള്ളവൻ ചെയ്യണം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പം ബഹുമാനത്തിലെ വ്യത്യാസം എന്ന് പറഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞതുപോലെ അവർക്ക് ആർക്കും ബഹുമാനം ഇല്ല എന്നുള്ള അർത്ഥമല്ല കേട്ടോ, വ്യത്യാസം ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. അവരാരും ബഹുമാനം ഇല്ലാത്തവരല്ല, എല്ലാവരും ബഹുമാനിക്കപ്പെടണം. പൗലോസ് പറയുന്ന വാക്യം മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ എന്നാ പറയുന്നത്, അല്ലാതെ മറ്റുള്ളവനെ അപമാനിക്കുമെന്ന് വാക്യമില്ല. ബഹുമാനത്തെ എണ്ണിക്കൊള്ളുന്നതാണ്. നമ്മുടെ കൈയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയത്തില്ല, കൈയുടെ കാര്യമൊക്കെ പറയത്തില്ല. നോക്കിയേ, തള്ളവിരല് എല്ലാവരും പിടിച്ചടക്കാൻ വേണ്ടി ഞാനിങ്ങനെ നിൽക്കും, കണ്ടോടാം എന്ന് പറയുന്ന തള്ള പേര് തന്നെ അതാണ്. പിന്നെ ഈ വിരലിന്റെ കാര്യം പറയുമ്പോൾ ഇടല്ലേ, വിരൽ ചൂണ്ടി സംസാരിക്കുന്നു, ശരിയാക്കി കളയെന്നും പറഞ്ഞാണ്. എങ്ങനെ നിൽക്കുമ്പോഴും ആ നടുക്കത്ത ആളാണ് വലുത്. നീയൊക്കെ ഇനി എത്ര ചാടി എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം വരുത്തില്ലടാ, ഞാനാണ് ഇവിടുത്തെ നെടുന്തൂണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പൊ തന്നെ ഇപ്പുറത്തെ ആൾ അടുത്ത കാര്യം പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മണവാളന്റെ കാര്യത്തിനകത്ത് മോതിരവിരൽ ഞാനാണ് ബഹുമാനിക്കപ്പെടുന്നത്. പിന്നെ ആകെയുള്ള കിണ്ണിവിരല ഇപ്പുറത്തുള്ള കുഞ്ഞൻ പറഞ്ഞ എന്താ അഭിമാനം പറയാനുള്ളത്? പുള്ളിക്ക് മാത്രമേ ഉള്ളൂ ഒന്നും പറയാനുള്ളത്. ഈ പറഞ്ഞ തള്ളവിരലും അല്ല, മോതിരവിരലും അല്ല, ഈ നെടുനീളത്തിലുള്ള വിരലും അല്ല, ഒന്നുമല്ല. അപ്പൊ പുള്ളിയും വാചകത്തിന് മോശമില്ലാത്തതുകൊണ്ട് പുള്ളിയും പറഞ്ഞു കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ മഹാരാജാവിനെ എതിരേൽക്കാൻ ചെല്ലുമ്പോൾ ഞാനാണ് മുമ്പിൽ നിൽക്കുന്നത്, അല്ലെ? ഏതൊരു ബഹുമാനിപ്പെട്ട ആൾക്കാരുടെ മുമ്പിൽ ചെല്ലും പുള്ളിയാണ് ആദ്യം മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ചെറുപ്പ വലിപ്പങ്ങളോ അല്ലെങ്കിൽ ഉയർച്ച താഴ്ചകളോ സാമ്പത്തിക ഉന്നതികളോ ഉന്നമനങ്ങളോ വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ചകളോ താഴ്ചകളോ ഒന്നും വെച്ചുകൊണ്ട് ആരെ അപമതിക്കാൻ നമുക്ക് അവകാശം ഇല്ല. അതേ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇവരെയൊക്കെ ബഹുമാനിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ എല്ലാ തരത്തിലും എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ്. എന്നാൽ വചനം പറയുന്നു ബഹുമാനത്തിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഇനി അതിനെക്കുറിച്ച് വിശദീകരിക്കാതെ എൻ്റെ ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്തൊരു പോയിന്റിലേക്ക് വരികയാണ്. എന്താണെന്നറിയാമോ? ഡൈവേഴ്സിറ്റി പറഞ്ഞു, വ്യത്യസ്തമായ 3 കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം യൂണിറ്റി, ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ മ്യൂച്വാലിറ്റി, പരസ്പര ബന്ധമുണ്ട്. ഒരവയവത്തിനും സ്വയസിദ്ധമായി എനിക്ക് നിന്റെ ഒന്നും ഒരാവശ്യമില്ല എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റിയാൽ, മനസ്സിലായോ? 10 കാശ് കൈ വന്നു കഴിയുമ്പോൾ എനിക്ക് നിന്റെ ഒന്നും ആവശ്യമില്ലടാ, അതൊക്കെ ചുമ്മാ പറയുന്നതാ. എപ്പോഴെങ്കിലും ഒന്ന് വീഴ്ച വരാം, എന്തെങ്കിലും ഒരു പ്രശ്നം വരാം.
അന്നേരം വേണ്ടാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ ഓടി എത്തിന്ന് വരും. പ്രൈസ് ദി ലോർഡ് പറയുന്നത് കേട്ടായിരുന്നോ? നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് നമ്മുടെ സഹോദരന്മാരെയും എല്ലാവരും നമുക്ക് ആവശ്യമുണ്ട്. ആരെയും വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. നമ്മളെ ആരും കർത്താവ് തുരുത്തുകളായിട്ട് ഉണ്ടാക്കിയതല്ല, ഐലൻഡുകളല്ല. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ആദ്യ മനുഷ്യന് തന്നെ കൂട്ടിനെ ഉണ്ടാക്കി കൊടുത്തത്. സഭ ഉണ്ടാക്കിയതിന് മെയിൻ കാരണം എന്താ? കർത്താവ് സഭ ഉണ്ടാക്കിയത് ഫെലോഷിപ്പിന് വേണ്ടിയാണ്. നിങ്ങൾ കൂട്ടായ്മ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചത്. ഇത് ഫെലോഷിപ്പ്. ഇത് പരസ്പരം കാണാനും മിണ്ടാനും സംസാരിക്കാനും പരിചയപ്പെടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള ഒരു കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. അല്ലാതെ തുരുത്തുകളായി ജീവിക്കാനുള്ള. ഞാൻ പോയിരുന്ന് എന്നെ കേട്ടെ, ഞാൻ ചർച്ചിൽ പോയിരുന്നു, മറ്റാരോടും മിണ്ടത്തില്ല, ഞാൻ കർത്താവിനോട് മാത്രമേ ബന്ധമുള്ളൂ, ഇടത്തിരിക്കുന്നതിനോടും മിണ്ടത്തില്ല, വലത്തിരിക്കുന്നവരും മിണ്ടത്തില്ല, ഈശോയോട് മാത്രമേ ബന്ധമുണ്ടെങ്കിൽ അതിനെന്തോ പ്യായ കയറിയിരിക്കുകയാണ്. ആരെങ്കിലും കൃപയുള്ളൊരു തലയെ കൈവച്ച് പ്രാർത്ഥിക്കാതെ മാത്രമേ ഉള്ളൂ. അത് ഇളകി പോകണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് മനുഷ്യനോട് ബന്ധമില്ലാത്ത ഒരു ബന്ധങ്ങളും ദൈവത്തോടില്ല. യോഹന്നാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഭൂമിയിലുള്ള കാഴ്ചയിൽപ്പെടുന്ന കണ്ണിന് മുമ്പിലുള്ള സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത നീ എന്താ കാണാത്ത ദൈവത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നത്? കള്ളനാണെന്ന് പറയുന്നത്, മുതുകള്ളൻ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചർച്ച വരുന്ന എല്ലാവരോടും നമ്മൾ സഹകരിക്കുകയും പരസ്പരം നമുക്ക് ആവശ്യം. സഭയിൽ എഴുന്നിരുന്നുകൊണ്ട് ഒരു പ്രാർത്ഥന വിഷയം പറയത്തില്ലേ? സാക്ഷി പറയുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, അതിനകത്ത് എല്ലാവരും പ്രാർത്ഥിക്കുന്നു വിചാരിച്ചുകൊണ്ടാണ്. അപ്പൊ പരസ്പരം നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ആരെയും വേണ്ടാന്ന് വെക്കാൻ പറ്റിയല്ല. അതെല്ലാവരും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സഭയിൽ വരുന്നവരോടും നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ചർച്ചിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ മസിലൊക്കെ പിടിച്ചിട്ട് ഞാൻ ആരോടും വേണ്ടത്തില്ല, ഞാനാണ് ഇവിടുത്തെ മൂപ്പൻ, മൂത്ത് ഇവിടെ തടമ്പൊക്കെ പിടിച്ച് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്നോട് വന്ന് മിണ്ടിയാലേ മിണ്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അർത്ഥം. ആ കുഴപ്പമൊക്കെ മാറി മനുഷ്യനോട് ഇടപെടാൻ നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതുപോലെ അവയവങ്ങൾക്ക് പരസ്പരം കണ്ണിന് കാലിനെ വേണ്ട എന്നോ കാലിന് കാതിനെ വേണ്ട എന്നോ പറയാൻ പറ്റിയല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ട്, പുതിയ നിയമത്തിനകത്തൊരു മനോഹര ഒരു വാക്യമുണ്ട്. ആ വാക്യം എന്താണെന്നറിയാമോ? പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്, പരസ്പരം ഭോഷ്ക് പറയരുത്. കേട്ടോ നിങ്ങള്? തൊട്ടടുത്ത വാക്യം എന്താണെന്നറിയാമോ? നാം തമ്മിൽ അവയവങ്ങളല്ലോ. എല്ലാവരും കേട്ടായിരുന്നോ? ഹലോ ഈ കണ്ണിന്റെ മറയത്തിരിക്കുന്നവർ എന്തോ കാണിക്കാനാ ഗോഷ്ഠി അല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒരു ഗോഷ്ഠി ആ സ്ക്രീനോട് കാണിച്ചേരെ. എനിവേ, ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടായിരുന്നോ? തമ്മിൽ ഭോഷ്ക് പറയുന്നത് പൗലോസ് പറയാണ്, നാം തമ്മിൽ അവയവങ്ങളല്ലയോ എന്ന്. ഭോഷ്ക് എന്ന് പറഞ്ഞാൽ കള്ളം പറയും. വെരി ഗുഡ് റജി ബ്രദറെ, താങ്ക് യു. അപ്പം ഈ അവയവങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാ പറയുന്നത് ഭോഷ്ക് പറയരുന്നു. ഒരവയവം മറ്റൊരവയവത്തോട് കള്ളം പറയാൻ പാടില്ല. കള്ളം പറഞ്ഞാൽ അത് അപകടമാണ്. റോഡിലൂടെ നടന്നു പോകുന്നു, സന്ധ്യാസമയം, കണ്ണിന് ശരിക്ക് എന്താ പറയുക, ഇച്ചിരി ഇരുട്ട് ബാധിച്ചു തുടങ്ങി, മുമ്പിലൂടെ ഒരു പാമ്പ് കടന്നുപോയി. ഉടനെ കണ്ണ് പറയാണ്, കുറേ കാലങ്ങളായിട്ട് കാലിനിട്ടൊരു പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുവായിരുന്നു, സ്തോത്രം കർത്താവ് ഇപ്പം നല്ലൊരു അവസരം നൽകി. എന്നിട്ട് കാലിനോട് പറയാണ്, അത് പാമ്പല്ല കയറാണ്, നീ കയറി ചവിട്ടിക്കോളാൻ പറഞ്ഞാൽ കാലിന് അറിയത്തില്ലല്ലോ കയറാണോ പാമ്പാന്നുള്ള കാര്യം. കാല് കയറി ചവിട്ടി, പാമ്പ് കയറി കടിച്ചു, കണ്ണടഞ്ഞു എന്നേ പറയത്തുള്ളൂ. ഈ കള്ളത്തരം പറഞ്ഞ അവയവത്തിനാണ് ആദ്യം പണി കിട്ടിയത്. പുള്ളിയാണ് കരച്ചിൽ തുടങ്ങിയത്, കണ്ണീരൊഴുക്കാൻ തുടങ്ങിയത്. അവസാനം കണ്ണടച്ചു എന്ന് പറയാനുള്ള പരിപാടിയും പുള്ളിക്ക് തന്നെ കിട്ടിയത്. അപ്പം ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഭോഷ്ക് പറയരുത്, തിരുവഴുത്തിനകത്ത് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. നിങ്ങൾ നോക്കിയേ, നമ്മുടെ ശരീരത്തിൽ ദൃശ്യമായ അവയവങ്ങൾ ഒത്തിരി ഉള്ളപ്പോൾ നമ്മുടെ അകത്ത് ഇതിനേക്കാളും പ്രധാനപ്പെട്ട കുറെ അവയവങ്ങൾ കർത്താവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇല്ലേ? കൈയുമുണ്ട്, കാലുമുണ്ട്, തലച്ചോറില്ലെന്ന് പറഞ്ഞാലോ? കാണാൻ നല്ല രസമോ, ഹാർട്ട് ഇല്ല എന്ന് പറഞ്ഞാലോ? അപ്പൊ ഈ പുറത്ത് കാണുന്ന ദൃശ്യമായ കണ്ണാണെങ്കിലും കാതാണെങ്കിലും കാലാണെങ്കിലും കൈയാണെങ്കിലും ഇതിനെയൊക്കെ ഭംഗിയായി പ്രവർത്തിപ്പിക്കുന്ന, ജീവൻ നൽകുന്ന ഒരു പ്രോസസ് അകത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ധാരാളം അവയവങ്ങൾ ആരും കാണാതെ രാപ്പകൽ എന്നെ പ്രവർത്തിക്കുന്നു. മനസ്സിലായോ? നമ്മുടെ ശരീരം വിശ്രമിക്കുമ്പോഴും, നമ്മൾ ഉറങ്ങുമ്പോൾ കണ്ണടച്ചു, കൈയും കാലും ഒന്നും അനങ്ങുന്നില്ല, ചെവികൾ കേൾക്കുന്നില്ല, മണമൊന്നും കേൾക്കുന്നില്ല, നമ്മൾ ഉറക്കത്തിലാണ്. പക്ഷെ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ അകത്തെ അവയവങ്ങളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാർട്ട്, തലച്ചോറ്, ബാക്കി എല്ലാ അവയവങ്ങളും. അതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ മുമ്പിൽ നിന്ന് ആൾക്കാർ കാണുന്ന പ്രസിദ്ധരായ ആൾക്കാർ കൂടാതെ
ഇത് രഹസ്യമായി അപ്പുറത്തും ഇപ്പുറത്തും പ്രാർത്ഥിക്കുന്ന കുറെ മനുഷ്യരോടുണ്ടെങ്കിൽ, ആരും അറിയാത്ത കുറെ മനുഷ്യരുണ്ടെങ്കിൽ സഭ കൊടുത്തു. എല്ലാവരും മുമ്പിൽ നിന്ന പറ്റിയല്ല. പക്ഷെ കർത്താവ് എല്ലാവരെയും മാനിക്കും കേട്ടോ. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോണം. ഒരുപക്ഷെ മുമ്പിൽ നിൽക്കാനോ സ്റ്റേജിൽ നിൽക്കാനോ ആൾക്കാർ ആദരിക്കപ്പെടുന്ന സ്ഥലത്ത് നിൽക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണെങ്കിൽ നിങ്ങളിലൂടെ ജീവശ്വാസം സഭയ്ക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ കർത്താവ് നമ്മളെ മാനിക്കും. പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഓർക്കും. പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ മറന്നാലും നാം മറന്നാലും കർത്താവ് നമ്മളെ മറക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള മനുഷ്യരും നമുക്ക് ആവശ്യമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഇനി ഒരു കാര്യം കൂടെ ഈ ശരീരത്തെ സംബന്ധിച്ച് പറയാം, പറഞ്ഞില്ലെങ്കിൽ അത് പൂർണ്ണമാവുകയില്ല. നിങ്ങൾ കേട്ടായിരുന്നോ, ഈ ശരീരം എന്ന് പറയുമ്പോൾ, കർത്താവിന്റെ ശരീരം എന്ന് പറയുമ്പോൾ കർത്താവിനെ പറഞ്ഞിരിക്കുക തലയെന്നാണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ശരീരമാകുന്ന സഭയുടെ തലയാകുന്നു. അങ്ങനെ തന്നെ വാക്യമുണ്ട് ബൈബിളിനകത്ത്, കൊലോസ്യത്തിൽ കിടപ്പുണ്ട്. തലയാകുന്ന ക്രിസ്തു, ശരീരമാകുന്ന സഭയുടെ തലയാകുന്ന ക്രിസ്തു. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞ എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ ശരീരമായ സഭ, മറ്റേത് തലയാകുന്ന ക്രിസ്തു. അപ്പം ഇതാണ് ബന്ധം. ഈ ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം. തലയില്ലെങ്കിൽ ശരീരത്തെ കാണാൻ കൊള്ളുകയില്ല, ശരീരം ഇല്ലെങ്കിൽ തലയ്ക്ക് ഒരു ഉപയോഗമില്ല. പറയാണ് തല കിട്ടി. നമ്മുടെ നാട്ടിലെ എന്താ പറയുക, ഹെൽമെറ്റ് വെച്ച് സ്ഥലം സംരക്ഷിക്കുന്ന പോലെ വണ്ടി കയറി ഇറങ്ങി തലയ്ക്ക് മാത്രം ഒരു കുഴപ്പമില്ല. നമുക്കൊരു ഭാഗ്യമുണ്ട്, മോന്ത കാണാനെങ്കിലും പുറത്തു വെക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. എന്നതുപോലെ ഈ രണ്ടും ഒരുപോലെ നിന്നെങ്കിലേ ജീവിതമുള്ളൂ. മനസ്സിലായോ? ശരീരത്തിന് തല ആവശ്യമാണ്, തലയാണ് നിയന്ത്രിക്കുന്നത്. ഇതിനകത്തെ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ പാരലൈസ്ഡ് കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? നിങ്ങളാരും കണ്ടു കാണത്തില്ലല്ലേ? ചിലരൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നട്ടലിനൊക്കെ ക്ഷതം വന്നിട്ട് ഇവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ കട്ടിലെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ, എനിക്ക് ഏറ്റവും അടുപ്പമുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അപ്പൻ, പണ്ട് നമ്മുടെ നാട്ടിൽ കപ്പയെന്ന് പറഞ്ഞില്ല, ചീനി എന്തായാലും പറഞ്ഞു, നിങ്ങൾ മനസ്സിലാവില്ല. കപ്പ പറഞ്ഞ കപ്പ കേട്ടില്ല അല്ലേ? തപ്പിയോക്ക വലിച്ചു വീഴുതപ്പോൾ കമ്പൊടിഞ്ഞു പോയി. പുള്ളി പുറകോട്ട് പോയി നടുപിടിച്ചു വീണു. കുറെ നാള് നടുവേദനയൊക്കെ ആയിരുന്നു. പിന്നെ പുള്ളി കിടന്നു. പിന്നെ വർഷങ്ങളോളം ഒരു കിടപ്പിൽ തന്നെ കിടന്നു. ഒരു കിടപ്പിൽ കിടന്നു. ഞാൻ ഈ മനുഷ്യനെ ഒരിക്കൽ പോയി കണ്ടപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു വാചകം ഭയങ്കര വിഷമം ഉണ്ടാക്കിയത്. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ രാത്രി എലി വന്നെന്റെ കാല് കരണ്ടിരുന്നു, ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുമോ? ആ മനുഷ്യന്റെ കാലിൽ പിറ്റേ ദിവസം വന്ന മക്കൾ കണ്ടപ്പോഴാണ്, മോൻ കണ്ടപ്പോഴാണ്, എന്തു വന്ന് നോക്കിയപ്പോഴാണ് എലി കരണ്ടിരിക്കുകയാണ്. പക്ഷെ പുള്ളി അറിഞ്ഞില്ല. ഞാൻ ചെന്ന വർത്താനമൊക്കെ പറയും. പുള്ളി മരിച്ചു കേട്ടോ. ഞാനീ പറയുന്നത് ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ ഇതിനകത്തൊരു പാസ്റ്റർ, റോയ് പാസ്റ്റർ ഉണ്ടല്ലേ? റോയ്, നമ്മുടെ പുല്ലുകാരൻ റോയ് തന്നെയാണല്ലോ അല്ലേ? അതെ, റോയ് പാസ്റ്റർ. ഞാൻ സ്ഥലം പറഞ്ഞാൽ ആളിനെയൊക്കെ പറഞ്ഞാൽ അറിയും. അതുകൊണ്ട് ഞാൻ പേരും നാളൊന്നും പറയുന്നില്ല. ഈ ഞാൻ ഓർത്തൊരു കാര്യമുണ്ടല്ലോ, ആ മനുഷ്യൻ വർഷങ്ങൾ കിടന്നു നരകിച്ച മരിച്ച്, സങ്കടപ്പെട്ട മരിച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയും, തല സജീവമാണ്, കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, അറിയാൻ പറ്റും, ഏതാണ്. പക്ഷെ ശരീരത്തിൽ സംഭവിക്കുന്നൊന്നും അറിയത്തില്ല. പുള്ളിക്ക് എഴുന്നേറ്റ് നടക്കണമെന്നുണ്ട്. ഒരു കാര്യം പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പാരലൈസ്ഡ് ആണ്. ഞാൻ ചോദിക്കുന്ന സഹോദരങ്ങളെ, കർത്താവാണ് തലയെങ്കിൽ കർത്താവിന് ഒരിക്കലും കേട് സംഭവിക്കില്ല. ഓൾവേസ് ആക്റ്റീവാണ്, സജീവമാണ്, ലിവിങ് ആണ്. പക്ഷെ പല സഭകളും ശരീരം തടർന്നു കിടക്കുന്നതല്ലേ. വചനത്തിനകത്തൊരു വാക്യമുണ്ട്, അതാ ഞാൻ നിങ്ങളെ കൂട്ടുമുട്ടിക്കാൻ വേണ്ടി വരുന്നത്. വാക്യം എന്താണെന്നറിയാമോ? വാക്യം ഇങ്ങനെയാണ്: അവൻ ചെല്ലേണ്ട പട്ടണങ്ങളിലേക്ക് അവൻ തനിക്ക് മുമ്പായി തന്റെ ശിഷ്യന്മാരെ അയച്ചു. ബാക്കിയൊക്കെ ഒന്ന് കുറിച്ച് വെച്ചോണം, മനസ്സിൽ വെച്ചോണം. കർത്താവ് ചെല്ലേണ്ട പട്ടണമാണ്. പക്ഷെ കർത്താവ് ആദ്യം അയച്ച ആരെന്നറിയാമോ? ശിഷ്യന്മാരെയാണ്. അപ്പൊ കർത്താവ് ഒരു പട്ടണത്തിലോ ഭവനത്തിലോ ചെല്ലണമെങ്കിൽ നമ്മൾ അവിടെ ചെന്നേ പറ്റത്തുള്ളൂ. നമ്മൾ എന്ന് കർത്താവിനെ കുറിച്ച് പറയാതെ അവരറിയത്തില്ല. ഇന്ന് കർത്താവിന് പ്രവർത്തിക്കാനുള്ള കൈകളും കാതുകളും നമ്മുടേതാണ്. പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, രണ്ടാം ലോകമഹായുദ്ധം നടന്ന സമയത്ത് ഒരു പഴയ കത്തോലിക്ക പള്ളി തകർക്കപ്പെട്ടു, ബോംബ് വീണാണ്. അപ്പൊ അതിന്റെ മുമ്പിലിരുന്ന പ്രതിമയൊക്കെ പൊട്ടിത്തുറന്ന് താഴെ വീണു. യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം ഇവര് പള്ളി പുനരുദ്ധാനം ചെയ്യുന്ന സമയത്ത് ആ ഈശോയുടെ രൂപം, നിങ്ങൾക്കറിയാലോ, നിങ്ങളെ തെറ്റിദ്ധരിക്കേണ്ട, ഈശോയുടെ രൂപത്തെ ഒന്നും ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചോളായിരുന്നു. അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ശില്പം
അത് വീണ് പൊട്ടി കൈയും കാലും ഓടിഞ്ഞു പോയി. അപ്പോൾ അതിനെ എടുത്ത് പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോൾ കാലും കൈകളും അത് തിരിച്ച് പണിത് വെക്കണ്ടെന്ന് പറഞ്ഞു. കൈയും കാലും ഇല്ലാത്ത രൂപം അവിടെ വെച്ചാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് പകരം അവിടെ ഒരു കുറിപ്പ് എഴുതി വെച്ചു ആ പള്ളിയുടെ വികാരി, എനിക്ക് നടക്കാനുള്ള കാലുകൾ നിങ്ങളുടേതാണ്, എനിക്ക് പ്രവർത്തിക്കാനുള്ള കൈകൾ നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അതിന്റെ കഥ എന്തോ ആയിക്കൊള്ളേ, യാഥാർത്ഥ്യം അത് തന്നെയാണ്. ഇന്ന് ലോകത്തിൽ സുവിശേഷമായി പോകുവാനുള്ള കർത്താവിന്റെ കാലുകൾ കർത്താവിന്റെ കാലുകൾ നമ്മുടെ കാലുകളാണ്. നമ്മൾ പോകാത്ത സുവിശേഷം എത്തുന്നില്ല. ഇന്ന് പ്രവർത്തിക്കേണ്ട കൈകൾ നമ്മുടെ കൈകളാണ്. ഇന്ന് കാണേണ്ടത്, നഷ്ടപ്പെട്ട മനുഷ്യനെ കാണേണ്ട കണ്ണുകൾ നമ്മുടെ കണ്ണിലൂടെ കർത്താവരെ കാണുന്നത്. നിലവിളിക്കുന്ന മനുഷ്യന്റെ ശബ്ദവും ഞങ്ങളെ വന്ന് സഹായിപ്പിൻ എന്ന് പറയുന്ന അഭ്യർത്ഥനയുടെ ശബ്ദവും എൻ്റെ സഹോദരന്മാരൻ ആരുടെ അടുക്കൽ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ആഴത്തിൽ കിടന്നുകൊണ്ടുള്ള ധനവാന്റെ നിലവിളിയുടെ ശബ്ദവും ഇതെല്ലാം കേൾക്കേണ്ടത് നമ്മുടെ കാതുകളിലൂടെയാണ്. അത് സഭയിലുള്ള വിശ്വാസികൾ പഠിക്കണം. അതല്ലാതെ ഞായറാഴ്ച വന്ന് 10 രൂപയിട്ട് ഒരു യോഗം നടത്തി സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കി പോകാൻ വേണ്ടി കർത്താവ് ആരെയും വിളിച്ചിട്ടില്ലെന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടെ അറിയിക്കുക. കർത്താവ് ആരെയും വിളിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു വന്നത്, ശരീരം എന്നുള്ള വളരെ മഹത്തരമായ മഹനീയമായ ഒരാശയം കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാതെ കർത്താവ് ശരീരമാണ് സഭ എന്ന് മാത്രം പറഞ്ഞു നിർത്തിയില്ല. അവന്റെ ശരീരമായ സഭ എന്ന് പറഞ്ഞിട്ട് ഈ ചിന്തകൾ നമ്മുടെ മുമ്പിലോട്ട് കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഇന്നത്തെ സഭ, എല്ലാവരും ഒന്ന് കേട്ടെ, കർത്താവിന്റെ ശരീരമാണ് സഭയെങ്കിൽ ആ സഭയാണ് പ്രവർത്തിക്കേണ്ടത്, ആ സഭയാണ് നടക്കേണ്ടത്, ആ സഭയാണ് എല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഭകൾ പാരലൈസ്ഡ് ആണോ, പ്രവർത്തിക്കുന്ന സഭയാണോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക. മനസ്സിലായോ? അതുകൊണ്ട് ഈ കാര്യത്തിനകത്തും തിരുവഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്ന അർത്ഥങ്ങളും ആശയങ്ങളും മറക്കാതിരിക്കുക. മൂന്നാമത്തെ മറ്റൊരു ആശയം സഭയെക്കുറിച്ച് പറയുന്നത്, സഭ ഒരു കെട്ടിടമാണെന്നാണ്. കെട്ടിടം, മന്ദിരം. വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണുമല്ലോ, ഏതെങ്കിലും ഒരു വാക്യം വന്ന് കാണുമല്ലോ അല്ലേ? ഇല്ലെങ്കിൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19 വാക്യങ്ങൾ പറയുന്നുണ്ട്, കെട്ടിടം പണിതു വരുന്നു പിന്നെ വളരുന്നു എന്ന് പറയുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ. അവിടെ ഒരിടത്ത് കർത്താവിന്റെ സഭയാകുന്ന കെട്ടിടത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കെട്ടിടമാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ ഈ വാക്യങ്ങളൊക്കെ. കർത്താവാണ് അതിന് കോർണർ സ്റ്റോൺ, മൂലക്കല്ല്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം, ഫൗണ്ടേഷൻ. അതിന്റെ മേളിൽ വിശ്വാസികളായിരുന്ന നമ്മളെ കൊണ്ട് പണിത് കർത്താവിന്റെ വരവ് വരെ പണി നടക്കും. അവസാനത്തെ കല്ല് വെച്ച് കഴിയുമ്പോൾ സഭയുടെ പണി തീരും. അപ്പൊ ഇതൊരു ആലയമാണ്. എല്ലാവരും കേൾക്കണേ, ഇതൊരു ആലയമാണ്, ഇതൊരു കെട്ടിടമാണ്. പൗലോസ് പറഞ്ഞ വാക്ക് ബിൽഡിംഗ്, കെട്ടിടം എന്ന് തന്നെയാണ് പറയുന്നത്. പത്രോസ് ഈ കെട്ടിടത്തെ കുറിച്ച് പറയും. ഇതൊന്നും പൗലോസിനെ മാത്രം കണ്ടുപിടുത്തൊന്നുമല്ല കേട്ടോ. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഞാൻ സഭയെ പണിയുമെന്നാണ് പറയുന്നത്. പണിയും, ബിൽഡിംഗ് ആണ്, പണിയുന്നതാണ്. പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവും ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു എന്നാ പറയുന്നത്. അപ്പൊ ദൈവത്തിന് ആത്മീയ യാഗം കഴിക്കുന്ന ഒരു കെട്ടിടമാണ് സഭ. പക്ഷെ അത് ജീവനുള്ള കെട്ടിടമാണ്. അതിന് തെളിവാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന വാക്ക്. അങ്ങനെ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് താഴെ വന്നിട്ട് പറയാണ്, ആത്മാവിനാൽ ഒന്നിച്ചു പണിയുന്നു എന്ന് പറയുന്നതിന് അടുത്ത വാക്യം പറയുന്നത് വളരുന്നു എന്നാ പറയുന്നത്. നിങ്ങൾ ആ 2 വാക്കുകളും ശ്രദ്ധിച്ചു നോക്കി. കെട്ടിടം സാധാരണ നമ്മൾ പണിയുകയാണ്, പണിയുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് പറയുന്നത് വളരുന്നു എന്നാ പറയുന്നത്. വളരുന്ന കെട്ടിടം നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ കെട്ടിടമൊക്കെ നമ്മൾ പണിതിട്ടേ ഉള്ളൂ. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ ഫ്രണ്ടിൽ ചെന്നിട്ട് വാതിൽ തുറക്കുമ്പോൾ ഒരു മുറി അപ്പുറത്തോലും ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അവിടെ പാർക്കത്തിൽ ഇതിനേക്കാളും സ്പീഡ് നിങ്ങൾ പാസ് എടുത്തില്ല. കാരണം നിങ്ങളെ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾക്കൊരു മുറി വളരുമെന്നുള്ള കാര്യം. ഞാൻ പഠിപ്പിച്ചു അതുകൊണ്ട് വളർന്നു എന്ന് പറഞ്ഞാൽ ചിന്തിക്കരുത്, അവിടെ വളരത്തില്ല. പക്ഷെ കർത്താവിന്റെ ശരീരമായ സഭ എന്ന കെട്ടിടം വളരുന്നു എന്നാ പറയുന്നത്. വളരുന്നു, അത് വളരണം. അതിന്റെ കാരണം അതിന് ജീവനുള്ളതാണ്. ജീവനുള്ളതുകൊണ്ട് അതിന് വളർച്ച വരുന്നത്. പുതിയ പുതിയ കല്ലുകൾ ചേർത്ത് പണിത് വളരുന്നു എന്നുള്ളതാണ് കർത്താവിന്റെ സഭ. എല്ലാവരും കേൾക്കണേ.
നമ്മുടെയൊക്കെ സഭകൾ വളരുമോന്ന് എനിക്കറിയത്തില്ല. പിളരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വരാം. വളരും തോറും മാണിയുടെ കേരള കോൺഗ്രസ് മാതിരിയാണ്. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും. പക്ഷെ ആ രണ്ടാമത്തെ വാചകം നമുക്ക് ചേർക്കാൻ പറ്റിയല്ല. കാരണം പിളരും തോറും വളരുന്നില്ല, വളരും തോറും പിളരുന്നുണ്ട്. അത് സത്യമാണ്. രണ്ടും കൂടെ ഒരുമിച്ച് വെക്കാൻ പറ്റിയല്ല. അപ്പം ഈ ചർച്ച എന്ന് പറയുന്നത് കർത്താവിന്റെ വരവ് വരെ വളരണം. അതിൻ്റെ ഇപ്പുറത്ത് ഒരു വിട്ടുവീഴ്ചകൾ സഭയ്ക്കകത്തില്ല. അതുകൊണ്ട് സഭ വളർന്നു. സഭ വിശ്വാസികൾ സഭാ വളർച്ചയിൽ ഒരിക്കലും തൃപ്തരാകരുത്. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സഭയുടെ കെട്ടിടത്തിന്റെ, ഞാൻ പറയുന്നത് കെട്ടിടം എന്ന് പറഞ്ഞാൽ സഭയാൻ കെട്ടിടമല്ല, നിങ്ങളുടെ ആരാധനാലയത്തിന്റെ ശൂന്യമായ സ്ഥലങ്ങളെ നോക്കി സ്തോത്രം ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അവിടെ ഒരാളെ കൊണ്ടുവരുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. കൊണ്ടുവരുന്ന വ്യക്തികളെ അവിടെ തുടർന്ന് കൊണ്ടുപോകാൻ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നിങ്ങൾ എന്നെ കേട്ടെ നമുക്കൊരാളെ പറഞ്ഞു വിടാൻ എളുപ്പമാണ്, ഒരൊറ്റ വാക്ക് മതി. പക്ഷെ കൊണ്ടുവരാൻ ചിലപ്പം 10,000 വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. 10,000 മണിക്കൂർ നമ്മൾ ചെലവഴിക്കേണ്ടി വരും, പ്രാർത്ഥിക്കേണ്ടി വരും, കണ്ണീരൊഴുക്കേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഒരാളെ കൊണ്ടുവരുന്നത്. പക്ഷെ പറഞ്ഞു വിടാൻ നമ്മുടെ ഒരു വാക്ക് മതി. അതുകൊണ്ട് സൂക്ഷിച്ചേ പറയാവൂ എന്നാണ് പറഞ്ഞു വന്നതിന്റെ സാരം. ഞാൻ പറഞ്ഞു കേട്ടല്ലോ, ദൈവ ആലയത്തിന്റെ കർത്താവിന്റെ ശരീരമായ കെട്ടിടം വളരുന്നു എന്നാ പറയുന്നത്. വളരുന്നു. അതിന് പത്രോസ് പറഞ്ഞ വ്യാഖ്യാനമാണ് ഏറ്റവും നല്ലത്. കാര്യം ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ പണിയപ്പെടുന്നു എന്ന് പറയും. അപ്പൊ സംഭവിക്കുന്നത് കർത്താവിന്റെ അടുക്കൽ വന്നു നമ്മൾ ജീവൻ പ്രാപിച്ചു, നമ്മളെ തൊടുന്ന കല്ലുകളും ജീവൻ പ്രാപിച്ച പുതിയ പുതിയ ആൾക്കാർ സഭയിലേക്ക് കടന്നു വരിക. അപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ ആട്ടിൻകൂട്ടം എന്നുള്ള നിലയിലും വിശ്വാസികളാണ് ആത്മാക്കളെ കൊണ്ടുവരേണ്ടത്. ശരീരം എന്നുള്ള നിലയിലും നമ്മൾ എല്ലാവരും കൂടെ ചേർന്നാണ് അതിനെ വളർത്തേണ്ടത്. കെട്ടിടം എന്നുള്ള നിലയിലും എല്ലാ വിശ്വാസികളും ആത്മാക്കളെ നേടുവാൻ ബാധ്യസ്ഥരാണ്. അതൊരു പാസ്റ്ററുടെയോ ഒരു പ്രത്യേക സമൂഹത്തിന്റെയോ ഉത്തരവാദിത്തമല്ല. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു കാര്യം ആവർത്തിച്ച് ഒന്നുകൂടെ പറയുന്നു. സഭ പണിയുന്ന ആരാണ്? കർത്താവാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. നമ്മൾ ആരാണ്? ദൈവത്തോടൊപ്പം കൂട്ടുവേലക്കാർ, കോ വർക്കേഴ്സ് വിത്ത് ഗോഡ്. എല്ലാവരും കേട്ടാടെ. തമ്പുരാനെ പണി പഠിപ്പിക്കാനോ തമ്പുരാന് പണി അറിയത്തില്ലെന്ന് വിചാരിച്ച ആരും പണിയാൻ വിഷമിക്കേണ്ട. കർത്താവാണ് സഭ എങ്ങനെ പണിയണമെന്ന് നന്നായിട്ട് അറിയുന്ന ആള്. നമ്മൾ കൂടെ നിന്നേച്ചാൽ മതി, കോ വർക്കേഴ്സ് ആയിട്ട്. എഫേസ്യർ 2:20 പറയുന്നു, ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. സഭയുടെ പണിയുടെ പ്രധാനപ്പെട്ട ആള് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? എന്തിനാണെന്നറിയാമോ? ഈ കെട്ടിടം എന്നറിയാമോ? ഒരു കെട്ടിടം പണിയുന്നെങ്കിൽ അതിനൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പൊ ഈ കെട്ടിടം ഒരു വിശുദ്ധ മന്ദിരമാണ്. അവിടെ പറയുന്നത് പത്രോസിന്റെ 1 ലേഖനം 2 അധ്യായത്തിലെ കാര്യം ഞാൻ പറയുന്നത്. അവിടെ പറയുന്നത് ആത്മീയ യാഗം കഴിക്കുവാൻ തക്കവണ്ണം വിശുദ്ധ മന്ദിരമാണ്. അപ്പൊ ഇവിടെ അർപ്പിക്കേണ്ട, ഈ ആലയത്തിൽ അർപ്പിക്കേണ്ട യാഗങ്ങൾ എന്താണ്? നമ്മളിവിടെ ഹോമയാഗങ്ങള്, അകൃത്യയാഗങ്ങള്, പാപയാഗങ്ങള്, സൗരഭ്യവാസന യാഗങ്ങള്, ഭോജനയാഗങ്ങൾ, ഇങ്ങനെ പഴയ നിയമത്തിൽ പറയുന്ന യാഗങ്ങളൊന്നും നമ്മൾ നമ്മുടെ ആലയത്തിൽ അർപ്പിക്കുന്നില്ല. പിന്നെ എന്താണെന്ന് പറയാമോ? ആത്മീയാഗം. അതാണ് പൗലോസ് പറയുന്നത്. ഇനിയും പുതിയ നിയമത്തിലെ പുതിയ നിയമവിശ്വാസി അർപ്പിക്കേണ്ട യാഗങ്ങൾ ഏതൊക്കെയാണ്? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. നിങ്ങൾ സമയം പോലെ കണ്ടെത്തിയിട്ട് എത്ര പുതിയ നിയമ യാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളത് കാര്യം ഒന്ന് പഠിക്കുക. പഠിച്ചിട്ട് അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം, അതൊക്കെ നമ്മുടെ സഭയിൽ നടക്കുന്നുണ്ടോ എന്നും കൂടെ അറിയുന്നത് നല്ലതാണ്. നിങ്ങൾ കേട്ടെ, ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, ബാക്കി കണ്ടുപിടിക്കാം. ഉദാഹരണം ഇതാണ്. പത്രോസിന്റെ ലേഖനത്തിലും എബ്രായ ലേഖനത്തിലും ഒക്കെ പറയുന്ന വാക്കുകളുണ്ട്. അതിൽ ഒരു വാക്യം ഇങ്ങനെയാണ്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കാനും മറക്കരുത്. അടുത്ത വാക്യം, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളെല്ലാവരും കേട്ടായിരുന്നോ? നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. പിന്നീട് അതേ അധ്യായത്തെ തൊട്ട് വേളി പറയുന്നുണ്ട്, സ്തോത്രയാഗം അർപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. സ്തോത്രയാഗം, സാക്രിഫൈസ് ഓഫ് പ്രൈസ്. അവിടെ ഒരു തെറ്റുണ്ട് മലയാള പരിഭാഷയ്ക്കകത്ത്. സ്തോത്രയാഗം, ആദരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുമെന്നാണ് പറയുന്നത്.
നിങ്ങൾ കേട്ടെ, ഇവിടെ ഈ സ്തോത്രയാഗം എന്ന് പറയും. സ്തോത്രം എന്നുള്ള വാക്കിന് അർത്ഥം അറിയോ? സ്തോത്രം നമ്മളെല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നതാണ്. എല്ലാവരും ഉണ്ടോ അവിടെ? എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ആരും ഉറങ്ങുന്നില്ലല്ലോ, കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. എനിവേ, സ്തോത്രയാഗം. സ്തോത്രയാഗം എന്ന് പറഞ്ഞാല് സ്തോത്രം എന്നുള്ള വാക്കിന് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്ന വാക്ക് എന്താണെന്നറിയാമോ? താങ്ക്സ് ഗിവിങ് എന്നാണ്. താങ്ക്സ് ഗിവിങ്. അപ്പൊ അതിന്റെ അർത്ഥം നന്ദി എന്നാ. നമ്മളിങ്ങനെ സ്തോത്രം കത്തോലിക്കരായ സഹോദരന്മാരെ വായിക്കാത്തത് വരത്തില്ല, ശരിക്കും നന്നായിട്ട് വരത്തില്ല. സ്തോത്രം എന്ന് അവർ പറയത്തുള്ളൂ. കാര്യം കുറെ കാലം കഴിഞ്ഞെങ്കിൽ ആ വാക്ക് ശരിക്കും സ്തോത്രം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സ്വസ്ത്രമല്ല, സ്തോത്രമാണ്. സ്തോത്രം. അതിനും മലയാള ഭാഷയ്ക്കകത്ത് അർത്ഥമൊക്കെ പറയുന്നുണ്ട്. സ്തുതി തേത്രയം എന്നൊക്കെയാണ് സ്തോത്രം എന്നുള്ള വാക്കിന്റെ നിർവചനം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവത്തിന് സ്തുതി എന്നാണ് സ്തോത്രം എന്നുള്ള ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വാക്കിന്റെ അർത്ഥത്തിൽ എറ്റിമോളജിക്കകത്ത് പറയുന്നു. എന്തായാലും മലയാള പരിഭാഷയില് താങ്ക്സ് ഗിവിങ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നിടത്തല്ല സ്തോത്രം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. എളുപ്പം നന്ദി എന്നാണ്. പക്ഷേ സ്തോത്രയാഗം എന്ന അതിരഫലം എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് സാക്രിഫൈസ് ഓഫ് പ്രൈസ് എന്നാണ്. സ്തുതി എന്ന യാഗം. അപ്പൊ സ്തുതി സ്തോത്രം തമ്മിൽ വ്യത്യാസമുണ്ട്. സ്തുതി എന്ന് പറയുന്നത് ഒരാൾ അർഹിക്കുന്ന ആ പുകഴ്ച പുള്ളിക്ക് കൊടുക്കുന്നതിനാണ് സ്തുതി എന്ന് പറയുന്നത്. സ്തോത്രം എന്ന് പറയുന്നത് നമ്മൾ എന്തേലും ഒരാളിൽ നിന്ന് പ്രാപിക്കുന്നതിന് തിരിച്ച് നമ്മുടെ പ്രതികരണമാണ് നന്ദി. സായിപ്പ് തല്ലിയാലും താങ്ക് യു എന്ന് പറയും. മലയാളത്തിൽ രണ്ട് ചീത്ത പറഞ്ഞാലും അവന് മനസ്സിലാവാത്തോണ്ട് താങ്ക് യു എന്ന് പറഞ്ഞു പോകും. സായിപ്പിന് അങ്ങനെ ഗുണമുണ്ട്, എല്ലാറ്റിനും ഒരു താങ്ക് യു പറയും. നമ്മുടെ ആൾക്കാർക്ക് നേരെ തിരിച്ചാണ്. എത്ര കിട്ടിയാലും നന്ദി പറയത്തില്ല. ഇനി കിട്ടിയെന്ന് പോലും വിളിച്ചു പറയാനുള്ള മര്യാദ പോലും മലയാളികളായ നമുക്ക് പരമ്പരാഗതമായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ആരുടെയും കാര്യമല്ല പറയുന്നത്, ഞാന് നിങ്ങളിൽ ആരും പെടാത്ത ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. സമാധാനം ഉണ്ടല്ലോ. എന്തായാലും ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നന്ദിയുള്ളവരായിരിപ്പിൻ. അത് ഞാൻ അങ്ങോട്ട് തൽക്കാലത്തേക്ക് പോകുന്നില്ല. പക്ഷെ ദൈവത്തിന് സ്തുതി അർപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എല്ലാവരും കേട്ടോ, നമുക്ക് ചെലവുള്ള ഒരു യാഗവും ഇല്ല. ഏതെങ്കിലും പഴയ നിയമത്തിലെ ഒരു യാഗമെങ്കിലും ദൈവം തമ്പുരാൻ പുതിയ നിയമത്തിലെ എല്ലാ വിശ്വാസികളും ചെയ്യണം എന്ന് പറഞ്ഞൊരു പണി പറ്റിച്ചിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും പണി കിട്ടിയാണ്. മിനിമം ഒരാടിനെയെങ്കിലും സഭായോഗത്തിന് കൊണ്ടുവരാത്തവന്റെ ഒരു സ്തുതിയും സ്വീകരിക്കുന്ന അല്ല എന്നൊരു വാക്ക് പുതിയ നിയമത്തിനകത്ത് എഴുതി വെച്ചിരുന്നെങ്കിൽ എൻ്റെ പൊന്നു കർത്താവേ, എനിക്കറിയത്തില്ല എന്തോ സംഭവിക്കുമായിരുന്നു. പഴയ നിയമത്തിലെ വിശ്വാസി ദൈവസേനയിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു യാഗം കൊണ്ട് അവന് വരാൻ പറ്റുന്നു. നമുക്ക് പിന്നെ ആകെ ഉള്ള ഒരു ഭാഗ്യം ഒന്നും വേണ്ട, കയ്യും വീശി അങ്ങ് ചെന്നാ മതി. ഹലോ, ആരും ഇല്ലാത്തില്ലെന്ന് തോന്നുന്നല്ലേ? കേൾക്കുന്നുണ്ടോ? നാട്ടിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ പാതിരാത്രി ആയിരുന്നു തോന്നുന്നല്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾ കർത്താവിനോട് സത്യസന്ധത പുലർത്തുന്ന ആൾക്കാരാണ്. എല്ലാറ്റിനുമല്ല, ചില കാര്യത്തിനാണ്. അതിലൊരു കാര്യം, കർത്താവെ ഒഴിഞ്ഞ പാത്രങ്ങളായി ഞങ്ങൾ വന്നു. സത്യസന്ധമാണ്. നമ്മുടെ ഒരു കുന്തറവണം കർത്താവിന് കൊടുക്കാനില്ല. പിന്നെ തിരിച്ചു പോകുമ്പോൾ പലരും വല്ലം കൊട്ടയും വലിയ ലോഡ് വണ്ടി കൊണ്ടൊക്കെയാണ് വരുന്നത്. ഞങ്ങൾ നിറഞ്ഞ പാത്രങ്ങളാണ്. അപ്പം ഞങ്ങളുടെ പാത്രം കമിഴ്ത്തി വെച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ പാത്രങ്ങളും കൊട്ടകളും ഒക്കെ നിറച്ച് ഞങ്ങളുടെ കാറിന്റെ ഡിക്കിയും ബൂട്ടിനകത്തും പിന്നെ ഞങ്ങളുടെ തലയിലൊക്കെ വെച്ച് അനുഗ്രഹമൊക്കെ തന്ന് ഞങ്ങളെ കർത്താവ് വിടണം. കർത്താവ് ആരാ മോയ്? നമ്മുടെ അഭ്യാസങ്ങളെല്ലാം കർത്താവിനോട് കിടക്കും. അതുകൊണ്ട് ഒഴിഞ്ഞ പാത്രമായി പോയ പുള്ളി അതുപോലെ തന്നെ ഒഴിഞ്ഞ പാത്രമായിട്ട് നേരെ തിരിച്ചു വരും. പിന്നെ പറയാം ഭയങ്കര അനുഗ്രഹമായിരുന്നു, എന്തോ കിട്ടിയെന്ന് ചോദിക്കണം, അതിന് ഉത്തരവൊന്നും പറയത്തില്ല. ഉഗ്രനായിരുന്നു എന്ന് സൈക്കിളിൽ നിന്ന് വേണ്ടി ചിരിയൊക്കെ പാസ്സാക്കി നമുക്ക് ഇനി പറയാനേ പറ്റൂ. ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ എന്തോ ഇല്ല, ഒന്നും കൊടുക്കാനില്ല. മനസ്സിലായോ? അങ്ങനല്ല, ഈ ഒഴിഞ്ഞ പാത്രമായിട്ട് അങ്ങോട്ട് ചെല്ലരുത്. ദൈവസന്നിധി ചെല്ലുമ്പോൾ ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന കർത്താവിന് ഹൃദയം നിറച്ച സ്തുതികൾ വചനം പറഞ്ഞറിയാമോ? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും. അപ്പൊ അതിന്റെ അർത്ഥം ഹൃദയം നിറച്ച് സ്തോത്രമൊക്കെ വെച്ച് കർത്താവിനെടുക്കെ ചെന്ന് നന്ദിയൊക്കെ പറഞ്ഞ് സ്തുതിച്ച കർത്താവേ നീ വലിയവനാണ്. അപ്പം കർത്താവെ ഞങ്ങള് നിറഞ്ഞ പാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. തിരിച്ചു പോകുന്ന നിറഞ്ഞ് കവിയുന്ന പാത്രം തീർച്ചയായിട്ടും നടക്കും. നമുക്ക് കൊടുക്കാൻ അങ്ങോട്ടൊന്നുമില്ല.
ഇനി നിങ്ങൾക്ക് അറിയാമോ, ഞാനിതൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കുറെ കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഈ സ്തോത്രയാഗത്തിന് കാശ് കൊടുക്കണ്ട, ഒരു കാശ് മുടക്കണ്ട. ഒരു സ്തോത്രത്തിന് 10 കാശ് പാസ്റ്റർ കിട്ടുമായിരുന്നെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരും മിണ്ടാതിരുന്നേനെ. അങ്ങനെ വല്ലതും കർത്താവ് വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വല്ല യോഗം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്ക് ഗുണമുള്ള പല കാര്യങ്ങളും കർത്താവ് പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. എനിവേ, ഞാൻ അതും വിട്ടിരിക്കുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഈ സ്തോത്രയാഗമേ ദേശയിൽ വന്നിട്ട് പറയുമ്പം ചിലരെ കൊണ്ട് നിങ്ങളൊന്ന് പറയിപ്പിച്ച് നോക്കി. നമ്മുടെ വർഷിപ്പ് ലീഡേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമുണ്ടല്ലോ ഇപ്പം, അവരാണ് അതിന്റെ ആൾക്കാർ. വേദപുസ്തകത്തിനകത്ത് അങ്ങനെ ലീഡേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. വർഷിപ്പ് ലീഡേഴ്സ്, ഗായക സംഘമുണ്ട്. വർഷിപ്പ് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ വർഷിപ്പ് എങ്ങനെ അവർക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നത്? വർഷിപ്പ് എന്റെ ഹൃദയത്തിൽ നിന്നല്ലേ വരുന്നത്. ഓക്കെ, ഗായക സംഘം നമ്മൾ പറയുന്ന വർഷിപ്പ് ലീഡേഴ്സ്, കത്തിക്കുന്ന ആൾക്കാർ, പുകയ്ക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴും വെടി വെച്ചാൽ പോലും അനങ്ങാത്ത ചില പുള്ളികളുണ്ട്. പാസ് ഇരുന്നുകൊണ്ട് പറയും കർത്താവിനെ സ്തുതിക്കാം, മിണ്ടമാട്ടെ. അങ്ങനെയൊക്കെ ആൾക്കാർ വരുന്നത് അല്ലേ. തമിഴ്നാട്ടിൽ ഒരിക്കലും, തമിഴര് ആരെങ്കിലും ഉണ്ട് സതീശ്, എനിക്ക് ഞാൻ കുറ്റം പറയാം, ഉള്ളവരും പറയാം. ഞാൻ ഒരിക്കലും തമിഴ്നാട് ഒരു ചർച്ചിൽ ചെന്ന സമയത്ത് ചർച്ചില് ആരാധന നടന്നപ്പോൾ തമിഴിലെ പാസ്മാർ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമുക്കൊരു അല്ലേലിയ പോടാം. അല്ലേലിയ പോടാൻ പറഞ്ഞാൽ അവർ അപ്പോഴും അല്ലേലിയ അങ്ങ് പോടും. അടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും പറയും ഒരല്ലേലിയ പോടാം, അപ്പൊ അല്ലേലിയ പോടും. മൂന്നാമത് പോടാൻ പറയും, അപ്പോഴും ഒരു പോടങ്ങ് പോടും. പിന്നെ പോട മാട്ടേ, പിന്നെ പാസ്റ്റ് എമ്പേരും പോടാൻ പറയുമ്പോഴേ പോട് വരത്തുള്ളൂ. അങ്ങനെ പോടുന്ന പരിപാടിയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെ പോടാം എന്ന് പറയുമ്പോഴും കർത്താവേ സ്തോത്രം എന്ന് പറയും, പിന്നെ പോടാം എന്ന് പറയുമ്പോഴും പോടുന്ന പരിപാടിക്കൊന്നും സ്തുതിയൊന്നും സ്തോത്രമൊന്നും പറയാൻ പറ്റില്ല. അതിന് വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കണം. സ്തുതി നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. സ്തുതി നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വരേണ്ടതാണ്. ദൈവത്തോടുള്ള നന്ദിയും ബഹുമാനവും സ്നേഹവും ഭയവും ആദരവും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ കണ്ണത് പ്രതിഫലിപ്പിക്കും, നമ്മുടെ ഹൃദയം അതിൽ നിന്ന് തുടിക്കും. അവിടെ നിന്നുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ വാക്ക്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നമ്മുടെ കർത്താവിന് പാടിയും. പാട്ടൊക്കെ അകത്തുനിന്ന് വരണം. ആരും മിണ്ടുന്ന പോലും ഇല്ല അല്ലേ? ഹലോ, പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ പറഞ്ഞു നമ്മൾ സത്യസന്ധരാണ്, പക്ഷെ പാട്ടിനകത്ത് നമ്മൾ മഹാകള്ളന്മാരാണ്. നിങ്ങളുടെ കാര്യമല്ല, നിങ്ങളൊക്കെ സത്യസന്ധമാണ്. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴേ എനിക്കറിയാം, ഈ മറഞ്ഞിരിക്കുന്ന കാണുമ്പോഴേ എനിക്കറിയാം നിങ്ങളെല്ലാവരും കൃത്യമായി സത്യസന്ധര ആൾക്കാരാണ് കേട്ടോ. പാട്ടിനകത്ത് അപ്പോൾ പാട്ട് വരുമ്പോഴല്ലോ ഞാനിങ്ങനെ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എൻ ജീവനേക്കാളും, അങ്ങനെ പാടാറുണ്ടല്ലോ അല്ലേ? നിങ്ങൾ കേട്ടോ? എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. സത്യം പറഞ്ഞൊരു പച്ചക്കള്ളമല്ലേ? എന്തു വലിയൊരു നുണയാ നമ്മൾ ഈ പൊതുസഭയിൽ നിന്നുകൊണ്ട് പറയുന്നത്. ഒരു പനി വന്ന പോവുകയാണ്, കൊച്ചിനൊരു മൂക്കൊലിപ്പ് വന്ന ആരാധന മുടക്കും. ഏതെങ്കിലും ഒരു ബന്ധുവെന്നോ കുന്തുവെന്നോ പറയുന്ന ഏതൊരു സാധനം വലിഞ്ഞു കയറി നമ്മുടെ വീട്ടിൽ വന്നാൽ അന്ന് ആരാധനയ്ക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ ബ്രദർ ഇന്ന് യോധന പറഞ്ഞ്? ഒരു ഫ്രണ്ട് വന്നായിരുന്നു, അപ്പൊ ഫ്രണ്ട് ആണ് വലുത്. കൊച്ചിനൊരു മൂക്കൊലിപ്പ്, ഞാൻ എൻ്റെ ചർച്ചിൽ പറയാറുണ്ട്, പിള്ളേർക്ക് മൂക്കുള്ളതുകൊണ്ട് മൂക്കൊലിപ്പ് വരും. അതിന്റെ പേര് പറഞ്ഞ് ആരും വീട്ടിൽ ഇരിക്കട്ടെ, ആരാധനയ്ക്ക് വരിക. എല്ലാ പിള്ളേർക്കും മൂക്കൊലിപ്പൊക്കെ വന്നിട്ടുള്ള പിള്ളേരാണ്. അല്ലാതെ അസുഖം ഇല്ലാതെ ലോകത്തിൽ ഒരു കൊച്ചും യന്ത്രങ്ങളായിട്ട് ജനിച്ചിട്ടില്ല. മനുഷ്യരായി ജനിച്ച കൊച്ചുങ്ങൾക്കെല്ലാം അസുഖം വരും. അത് പറഞ്ഞ് വീട്ടിൽ ഇരിക്കാനാണ് അതിനെ സമയം കാണത്തുള്ളൂ. എന്നിട്ടും ആരാധന മുടക്കാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കുന്ന ഈ കപട വിശ്വാസികൾ, പോകാതിരിക്കാൻ വഴി കണ്ടുപിടിക്കുന്ന ആൾക്കാർ, ദൈവസന്നിധിയിൽ നിന്ന് പാടുന്ന എന്താ അറിയാമോ? കർത്താവേ എൻ്റെ ജീവനേക്കാളും എനിക്ക് നീയാ വലുത്. സത്യം പറഞ്ഞാൽ പണ്ടത്തെ പോലെ കർത്താവ് ഇവിടെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ചാട്ടവാർ എടുക്കുവോ സ്റ്റെങ്കണ്ണ് എടുക്കുവോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഹലോ, ആരുനത്തില്ലല്ലേ? ഇല്ലാത്തതിനായിട്ട് സ്തോത്രം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ മതി. പാടുന്ന വരികൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ മാത്രം പാടിയാൽ, ഇല്ലേ വായടച്ചങ്ങ് നിന്നേക്കുക. കർത്താവ് എനിക്ക് എൻ്റെ കൊച്ചും എൻ്റെ ഭാര്യയും എൻ്റെ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരും എൻ്റെ നാട്ടുകാരും എൻ്റെ ഓണപരിപാടിയും എൻ്റെ ടൂറും പിന്നെ വേറെ കണ്ടോ ഹോളിഡേ പരിപാടിയും ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് കർത്താവ് നീയുള്ളൂ. പക്ഷെ ഒരാവശ്യം വരുമ്പോൾ ഈ പുള്ളികളെ ഒന്നും വേണ്ട, വന്ന് കാലെ പിടിച്ചോളും. അന്നേരമാണ് നമുക്ക് തന്നെ ചെകുത്തേട് തോന്നുന്നത് അല്ലേ? ഹലോ, പള്ളിയിലും വരത്തില്ല, പ്രാർത്ഥനയ്ക്കും വരാത്തനെ ഒരു അസുഖം അങ്ങോട്ട് വരുമ്പോഴത്തേനും സഹായിക്കണേന്നും പറഞ്ഞ് വരും. കർത്താവ് മാനസലിവും മഹാദേവം ഉള്ളവനായതുകൊണ്ട് പലതും ഒക്കെ ഇന്ന് ജീവിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. എൻ്റെ സമയം ഏകദേശം തീരാറായി.
അപ്പം കെട്ടിടത്തിന്റെ കാര്യം അതാ പറയുന്നത്, സ്തോത്രയാഗം അർപ്പിക്കുന്ന, ആത്മീയ യാഗം അർപ്പിക്കുന്ന ഒരു കൂട്ടമാണ് കർത്താവിന്റെ സഭ. ഇനിയും പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ മറ്റൊരു കാര്യം, നിങ്ങൾ മുന്തിരിവള്ളിയും കൊമ്പുകളെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ മുന്തിരിവള്ളി, നിങ്ങള് കൊമ്പുകളുമാകുന്നു. നിങ്ങൾ എന്നിൽ ചേർന്ന് വസിക്കാൻ നിങ്ങൾക്ക് ഫലം തരുവാൻ കഴിയുകയില്ല. ഇനി കൊമ്പായിട്ടിരുന്നാൽ പോലും ഫലമില്ലെങ്കിലോ ഞാൻ എന്നെ അങ്ങ് വിട്ടുകളയും. ഇനിയും ഫലം കായ്ച്ചാലോ അധികം ഫലം കായ്ക്കേണ്ടതിന് ഞാൻ ചെത്തി വെടിപ്പാക്കും. അതിനൊന്നും വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. ഇനി അതിന്റെ 16-ാം വാക്യം. അപ്പൊ ഏതിന്റെ 16? ഞാൻ ഈ പറഞ്ഞ സംഭവം കിടക്കുന്ന അധ്യായത്തിന്റെ 16. അതെവിടാ തൽക്കാലം പറയുന്നില്ല. അറിയാത്തവർ അറിയേ വേണ്ട, കണ്ടെത്തുക. അറിയുന്നവർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 16-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്കിതാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല. മുന്തിരിവള്ളിയാണ് കേട്ടോ സഭ, മുന്തിരിവള്ളിയും കൊമ്പുകളും ആ അർത്ഥത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധം. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല. ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നും നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ഇനി അതേ അധ്യായത്തിന്റെ താഴെ ഭാഗത്തൊരു വാക്യമുണ്ട്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. എന്തോ ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ, എന്തോ ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. നിങ്ങൾ പോയി ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കപ്പ നട്ടുണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ, മുന്തിരി ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ, നെല്ല് വിതച്ച് കുറെ ഫലം ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ കർത്താവ് അവിടെ പറയുന്നത്. കർത്താവ് അവിടെ പറയുന്നത് ഫലം ആത്മാക്കളെ നേടുക എന്ന് തന്നെയാണ്. അതെങ്ങനെ ഞാൻ പറയുന്നത്, പ്ലീസ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം പ്ലീസ്. അവിടെ പറഞ്ഞ വാക്കുകളായിരുന്നു, നിങ്ങൾ പോയി ഫലം കായ്ക്കണം. എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? പോകണം ആദ്യം. അല്ലാതെ പെരയ്ക്കാത്തിരുന്ന് വീട്ടിൽ ഇരുന്നോണ്ട് കർത്താവേ ആത്മാക്കളെ തന്നെ, കർത്താവേ ആത്മാക്കളെ തന്നെ. കർത്താവ് തരികയില്ല. കർത്താവ് തരണോ? പോകണം. ഗോ ആൻഡ് പ്രീച്ച്. പോയി പ്രസംഗിക്കണം. പ്രസംഗിക്കുമ്പോൾ മാത്രമേ ഫലം ഉണ്ടാവത്തുള്ളൂ. കേട്ടെ, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാം. കൃഷി എന്ന് പറയുന്നുണ്ട് സഭയെ. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി എന്ന് പറയുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു കൃഷിക്കാരൻ എന്ന പോലെ. കൃഷിക്കാരൻ. അപ്പം ഈ കൃഷി എന്ന് പറയുന്ന സഭയെ വിളിച്ചുകൊണ്ടുള്ള മറ്റൊരു പദമാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കൊണ്ട് ഞാൻ പറയാം. പോകണം, വിതയ്ക്കണം. വിതച്ചിട്ട് കാത്തിരിക്കണം. കാത്തിരുന്നാലേ ഫലമുള്ളൂ. വിതച്ചിട്ട് കാത്തിരുന്നാൽ മാത്രം പോരാ. സങ്കീർത്തനത്തിലെ വാക്യം കൂടെ കടമെടുത്ത് പറയുകയാണെങ്കിൽ, വിത്ത് എങ്ങനെ പറയുന്നത്? വിത്ത് ചുമന്ന് കരഞ്ഞും കൊണ്ട് വിതയ്ക്കുന്നു. കേട്ടിട്ടുണ്ടോ നിങ്ങള്? സങ്കീർത്തനമാണ്. അതേത് സങ്കീർത്തനം? നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അടുത്ത താഴെ പറയുന്നത് കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നു. അപ്പൊ രണ്ട് പ്രോസസ്. എന്തോ 125 സങ്കീർത്തനം. എനിക്കറിയാം. ഞാൻ 125. തെറ്റാണ്. അത് ശരിയാണ്. ആദ്യം പറഞ്ഞ തെറ്റാണ്. അപ്പം എല്ലാവരും കേട്ടോ, ആദ്യം ചെയ്യേണ്ടത് വിതയ്ക്കുക. ഈ വിതയെന്ന് പറയുന്നത് സന്തോഷമല്ല, സങ്കടമാണ്. കാര്യം ഭൂമിയൊക്കെ വൃത്തിയാക്കണം, കളയൊക്കെ പറിച്ചു കളയണം, കല്ല് പറക്കി കളയണം. അധ്വാനവും കഷ്ടപ്പാടും വേദനയുടെയും പട്ടിണിയുടെ ഒരു കാലമാണ് വിതയുടെ കാലം. വിതച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് കാത്തിരിക്കുക എന്നുള്ളതാണ്. കള വരാതെ മഴ പെയ്യാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്, അതിനു വേണ്ടി കാത്തിരിപ്പുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഒരു കാര്യം കേട്ടെ, നിങ്ങളുടെ ദേശം നിങ്ങൾ സുവിശേഷത്താൽ നിറച്ചാൽ ഫലമുണ്ടായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ച് വീട്ടിലിരുന്നാൽ ഒരു ഫലം ഉണ്ടാവുകയില്ല. പ്രാർത്ഥനയല്ല വേദോസ്തം പറയുന്നത്. സുവിശേഷീകരണത്തിന് തുല്യം സുവിശേഷീകരണം മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ആരും വ്യാഖ്യാനിച്ചു കളയരുത്. പക്ഷെ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് വേണം പ്രാർത്ഥിക്കാൻ. വിതയ്ക്കാനുള്ളത് വിതയ്ക്കണം. മഞ്ഞും മഴ അയക്കാൻ പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ വിത വേണം. ആർപ്പോടെ കൊയ്ത്തുണ്ടാവും. നമ്മുടെ ദേശങ്ങൾ, ഞാനത് ഇപ്പൊ പഠിപ്പിക്കുമെന്ന് നിങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ ദേശങ്ങൾ, നിങ്ങൾ ഏത് ദേശത്ത് താമസിച്ചാലും, നിങ്ങളുടെ പഞ്ചായത്ത്, നിങ്ങൾ കേരളത്തിൽ വന്നവരാണല്ലോ, നിങ്ങൾ കേരളത്തിലെ നിങ്ങളുടെ പഞ്ചായത്ത് സുവിശേഷത്തിൽ നിറയ്ക്കണം. ഞാൻ പുനലൂർ സ്വദേശിയാണ്. ടൗൺ അസംബ്ലീസ് കോഡിലെ അംഗമായിരുന്നു. ഇപ്പൊ എന്നെ അവിടെ ചവിട്ട് പുറത്താക്കിയെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ പുനലൂർ മുനിസിപ്പാലിറ്റി മുഴുവൻ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. പുനലൂർ മുനിസിപ്പാലിറ്റി മുഴുവൻ 28 വാർഡുകളിൽ അന്ന് ഞങ്ങളുടെ ശുശ്രൂഷയായിരുന്ന പാസ്റ്റർ ജോൺ മാർക്കിനോട് ഒരുമിച്ച്
രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി 9 മണി വരെ ട്രാക്റ്റും കെട്ടി ചുമന്നുകൊണ്ട് ഞങ്ങളൊരു കൂട്ടം ആൾക്കാർ നടന്ന് കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കാല് പതിക്കാത്തൊരു ഭവനം പോലും ആ ദേശത്തുണ്ടാവരുന്നുള്ള ആഗ്രഹത്തോടു കൂടി അങ്ങനെ ചെയ്തു. ഞാൻ ചർച്ച് മിനിസ്ട്രിയിൽ എൻ്റെ പ്രാരംഭ പ്രവർത്തന സ്ഥലം മാളയാണ്, തൃശ്ശൂരിലെ മാള. മാളയിലെ എല്ലാ വീടുകളിലും ഞാൻ കയറിയിട്ടുണ്ട്. അന്നുള്ള വീടുകളിൽ എല്ലാ വീടുകളിലും കയറിയിട്ടുണ്ട്. 10,000-10,000 വീടുകളിൽ ഞാനും എൻ്റെ വിശ്വാസികളും ട്രാക്റ്റും പിടിച്ചുകൊണ്ട് പകൽ എന്നെ നടന്ന് കയറി എല്ലാ വീട്ടിലും എത്തിച്ചിട്ടുണ്ട്. വിതയ്ക്കാതെ നമുക്ക് കർത്താവിനോട് കൊയ്ത്ത് തരാൻ പറ്റിയല്ല. കൊയ്ത്ത് വേണോ, വിത നടന്നിരിക്കണം. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുകയും നിങ്ങളുടെയൊക്കെ പഞ്ചായത്തുകൾ എല്ലാ വീട്ടിലും സുവിശേഷം എത്തിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞു. പിന്നെ ഞാൻ പഠിപ്പിക്കാൻ ബൈബിൾ കോളേജിൽ കയറി. ആ പഠിപ്പിക്കുന്ന കാലത്തും ആ ബൈബിൾ കോളേജിൽ ചുറ്റുമുള്ള സകല അവിടുത്തെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റി മുഴുവൻ എൻ്റെ വിദ്യാർത്ഥികളും ഞങ്ങളോട് കയറി ഇറങ്ങി. ഞങ്ങൾ അവിടെ ഒരു സുവിശേഷകന്റെ പാദം ഇഷ്ടമുണ്ടായാലും ഇഷ്ടമില്ല വീടുകളിൽ എത്തിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു വീടിന്റെ മുറ്റത്ത് സ്പർശിക്കുക എന്നുള്ളത്, അത് ആവശ്യമാണ്. ഈ താണഭൂമിയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നില്ലേ? എൻ്റെ സമയം തീർന്നു. എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ താണഭൂമിയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നില്ലേ? നമ്മളെ തേടി രക്ഷിക്കുവാൻ, മഹിമള വെടിഞ്ഞ് മഹോന്നതി വെടിഞ്ഞ് ഈ താണഭൂമിയിൽ സാധാരണ മനുഷ്യനായി കഷ്ടപ്പാടുകളുടെയും പട്ടിണിയുടെയും പരിവട്ടത്തിന്റെ ലോകത്ത് ദരിദ്രനായി ജീവിച്ച കർത്താവ്, ആ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നതെങ്കിൽ ആ കർത്താവ് സഞ്ചരിച്ചതുപോലെ. ഞാൻ ഈ ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുന്ന കാലത്ത്, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുമ്പോൾ പ്രസംഗശാസ്ത്രം എന്ന് പറയുന്നൊരു വിഷയം പഠിപ്പിക്കാറുണ്ട്. അന്നേരം എടുത്തു പറയുന്നൊരു കാര്യം, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിനകത്തൊരു പദമുണ്ട്. ബാക്കി എനിക്കറിയാം, ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇത് കണ്ടെത്തുക. അവിടെ ഒരു വാക്യം ഇങ്ങനെ പറയുന്നത്, അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചെന്ന് പറഞ്ഞു. ഒരിക്കൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നാം അടുത്ത ഊരുകളിലേക്കും പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും പോകേണ്ടതല്ലയോ? അതിനായിട്ടല്ലോ ഞാൻ അയക്കപ്പെട്ടത്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേട്ടോണം. പട്ടണം തോറും ഗ്രാമം തോറും നടന്ന് സഞ്ചരിച്ച, കൺവെൻഷൻ ഇല്ലാതെ, സ്റ്റേജുകളില്ലാതെ, പോസ്റ്ററുകളില്ലാതെ, പരസ്യങ്ങളില്ലാതെ, ബാനറുകളില്ലാതെ, കേൾക്കുന്നുണ്ടോ? കൊണ്ടുപോകാൻ ആളില്ലാതെ, സ്വീകരിക്കാൻ വണ്ടികൾ വരാതെ, ഹോട്ടലുകൾ ബുക്ക് ചെയ്യാതെ, ഭക്ഷണം കൊടുക്കാമെന്ന് ഏക്കാതെ, സ്വോത്രാഴ്ച തരുമെന്ന് പ്രതീക്ഷയില്ലാതെ, അതിനുവേണ്ടി അയക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നിയോഗിക്കപ്പെട്ട് പ്രസംഗിക്കാൻ വേണ്ടി ഭൂമിയിൽ വന്ന എൻ്റെ പൊന്നു കർത്താവ് ഒരു ഗ്രാമം കഴിഞ്ഞ് അടുത്ത ഗ്രാമങ്ങളിലേക്ക് നടന്നുപോയി തൻ്റെ ശിഷ്യന്മാരുമായി പ്രസംഗിച്ചു എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ആർക്കും വേണ്ട. നിങ്ങൾ കൺവെൻഷൻ പ്രസംഗനും നിങ്ങളെ ഇന്റർനാഷണൽ താരമൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കവലുകളിൽ കർത്താവിനെ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വീട്ടിൽ ചെന്ന് കർത്താവിനെ കുറിച്ച് ഒരു സുവിശേഷ പ്രതി കൊടുക്കാനോ പറയാനോ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് സുവിശേഷകൻ. ഇന്റർനാഷണലി സഞ്ചരിച്ചൊരു സ്റ്റേജ് കിട്ടുമ്പോൾ 4 ആൾ കൂടുന്നിടത്ത് ഒരു പ്രസംഗം കണ്ടുപിടിച്ച് പ്രസംഗിച്ച് തീർക്കുന്നവർക്ക് കാശ് കിട്ടും, ആത്മാക്കളെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പ്രാർത്ഥിച്ച് വിയർത്ത് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് നടന്ന് ഭവനങ്ങൾ കയറിയിറങ്ങി സുവിശേഷ പ്രതികൾ കൊടുത്താൽ വിതയ്ക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ കൊയ്യാൻ ഒരു കാലമുണ്ട്. കൊയ്യാൻ ദൈവം നിങ്ങളെ നിയോഗിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരുത്തിന് അവിടെ ഒന്ന് കൊയ്യും. പക്ഷെ വിതച്ച് സങ്കടത്തോടെ പോയവൻ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയല്ല. കർത്താവിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുപോലെ ആദരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. വിതയ്ക്കുന്നവനെയും കൊയ്യുന്നവനെയും ഒരുപോലെ ആദരിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മൾ ഇതിൽ ഏതിൽ പെടുമെന്നുള്ള ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ബാക്കി വെച്ചുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ നാളെ തീർക്കാമെന്നുള്ള പ്രതീക്ഷയോടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. കർത്താവിന് മഹത്വം. ദൈവമായ കർത്താവ് നമ്മെ കേൾപ്പിച്ച വളരെ അർത്ഥവത്തായ സന്ദേശത്തെ ഓർത്ത് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ചർച്ച് ആൻഡ് ഇറ്റ്സ് മിഷൻ എന്നതിനെ ആസ്പദമാക്കിയാണ് കർത്താവിന്റെ ദാസൻ വർഗീസ് ശാമൂൽ ഇന്നലെയും ഇന്നും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യമേ അദ്ദേഹം ഓർപ്പിച്ചു, സാധാരണ സഭാശാസ്ത്രമൊക്കെ പഠിപ്പിക്കുമ്പോൾ കൂടുതലും തിയോളജി അല്ലെങ്കിൽ അക്കാഡമിക് ലെവലിൽ ആളുകളോട് സംസാരിക്കുന്നു. അതിൽ ചിലതൊക്കെ മനസ്സിലാകുന്നു, ചിലതൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ പ്രാപ്തിയില്ലാത്ത സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ദൈവദാസൻ ആദ്യമേ സൂചിപ്പിച്ചു, മറ്റൊരു രീതിയിലാണ് ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സഭയിൽ നമ്മുടെ ഉത്തരവാദിത്വം, സഭയിലെ നമ്മുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധി, അതുപോലെ ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പല കാര്യങ്ങൾ ഓർപ്പിച്ചു. സുവിശേഷീകരണം, അതിൻ്റെ പ്രാധാന്യത,
ദൈവം നമ്മെ വിളിച്ചപ്പോൾ ഏൽപ്പിച്ച സുവിശേഷീകരണത്തിന്റെ ആ വലിയ സത്യം, അതല്ലെങ്കിൽ അതിൻ്റെ ആ യാഥാർത്ഥ്യം നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദന ചെയ്യുവാൻ പറ്റിയ ഒരു സമയം കൂടിയായിരുന്നു ഇത്. നാളെയും നമുക്ക് യോഗമുണ്ട്. കൃത്യസമയത്ത് തന്നെ കടന്നു വരിക. ദൈവമായ കർത്താവ് ഈ ദിവസങ്ങളിൽ കേൾപ്പിക്കുന്ന ഈ വചനങ്ങളിലൂടെ നമ്മുടെ മാനസാന്തരത്തെയും സമർപ്പണത്തെയും കാഴ്ചപ്പാടിനെയും ഉൾക്കാഴ്ചകളെയും പരിശോധിച്ച് പുതുക്കി ക്രിസ്തുവിന് വേണ്ടി അധികം ഫലം കായ്ക്കുന്നവരായി ഒരുമിച്ച് കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പാസ്റ്റർ മാത്യു പാസ്റ്റർ, പാമ്പാടിയിലുള്ള മാത്യു പാസ്റ്റർ പ്രാർത്ഥിക്കുകയും ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ഈ നല്ല സമയത്തിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ ബൈബിൾ ക്ലാസിന്റെ 2ാമത്തെ ദിനം അടിയങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാൻ അങ്ങ് തന്ന കൃപയ്ക്കായി സ്തോത്രമർപ്പിക്കുന്നു. അങ്ങയുടെ ദാസനിൽ കൂടി കർത്താവേ സഭയാകുന്ന ശരീരത്തെപ്പറ്റി കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങളുടെ ദാസനെ ഇന്ന് രാത്രിയിലും ശക്തമായി ഞങ്ങളുടെ മധ്യ ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഐക്യതയോടെ കർത്താവ് വിവിധ അവയവങ്ങളാകുന്ന അടിയങ്ങൾ ഒരു മനസ്സോടും ഐക്യതയോടും കൂടെ ദൈവസഭയിൽ പ്രവർത്തിപ്പാൻ കർത്താവ് ഞങ്ങൾ കേൾപ്പിച്ച വനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അത് കൃത്യമായും കർത്താവ് വളരുന്ന ജീവനുള്ള കർത്താവ് കല്ലായൊക്കെയും ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഇന്ന് രാത്രിയിലെ കാലം കേൾപ്പിച്ച പതിന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരത്തിനും ആത്മീയ വർധനവിനും കാരണമായി തീർത്ത കർത്താവ്, അതിനാൽ ഞങ്ങളെ സമൂലമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കൂടി വന്ന എല്ലാ കർത്തദാസന്മാരെയും ദൈവമക്കളെയും ഓർക്കുകയും പ്രാർത്ഥിച്ച് ചെയ്യുന്നു. എല്ലാവരെയും ദൈവം സഹിക്കണമേ. വീണ്ടും കർത്താവെ, ഞങ്ങൾ നാളെയും ഞങ്ങളുടെ സന്നിധിയിൽ കൂടി വരുമ്പോഴേയും കൃപയിൽ മറിക്കണമെന്ന് ഞങ്ങൾക്ക് ആ ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധ മനസ്സംബന്ധവും സഹവാസവും നമ്മോടും നാം പ്രാർത്ഥന സകല വിഷയത്തോടും ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനം വളരെ ശക്തമായി പോഷിച്ച കർത്താവിൻ ദാസനും കൂടിയും ഇന്ന് മുതൽ കർത്താവിന്റെ 2ാം വരവ് ഉണ്ടാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജന കർത്താവിന് 3 ഹല്ലേലൂയ പറയാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വരണമേ. നാളെയും കൃത്യസമയത്ത് തന്നെ ഈ യോഗം തുടങ്ങും. എല്ലാവരും കൃത്യസമയത്ത് തന്നെ വരിക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. Praise the Lord.